നമ്മൾ പഠിക്കാൻ പോകുന്നത് നമ്മുടെ 5th ചാപ്റ്റർ വെബ് ഡിസൈനിങ് യൂസിങ് HTML ആണ്. നമ്മൾ 4th ചാപ്റ്ററിൽ ഒരു വെബ് പേജ് എങ്ങനെയായിരിക്കും, ആ വെബ് പേജിനകത്ത് ഏതൊക്കെ ബേസിക് ടാഗ്സ് ആണ് ഉണ്ടാവുക. ഒരു വെബ് പേജ് എന്ന് പറയുമ്പോൾ അതിനകത്ത് നമ്മൾ കൊടുക്കുന്ന HTML പേജിനകത്ത് നമ്മൾ കൊടുക്കുന്നത് ഏതൊക്കെയാണ് ബേസിക് ടാഗ്സ്. HTML ടാഗ് ഉണ്ടാവും, ഹെഡ്, ബോഡി, ഈ ടാഗ്സ് ഒക്കെ ബേസിക് ആയിട്ടുണ്ടാവും അല്ലേ. എങ്ങനെയാണ് അതിനകത്ത് എന്താ പറയുക ടാഗ്സ് കണ്ടൻറ്റ് ഡിസ്പ്ലേ ചെയ്യിക്കുന്നതെല്ലാം നമ്മൾ കണ്ടതാണ് അല്ലേ. സോ ഇനി ഈ ചാപ്റ്ററിനകത്ത് നമ്മൾ പലതരം കണ്ടൻറ്റ്സ് ഇൻസേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പഠിക്കുന്നത്. ഓക്കെ, അതിനകത്ത് വരുന്ന ഫസ്റ്റ് കണ്ടൻറ്റ് ലിസ്റ്റ് എന്ന് പറയുന്ന ഒരു കണ്ടൻറ്റ് എങ്ങനെയാണ് നമ്മുടെ പേജിനകത്ത് ഇൻസേർട്ട് ചെയ്യുന്നത്. ലിസ്റ്റ് എന്ന് പറയുമ്പം നമ്മൾ പലതരം ലിസ്റ്റ് കണ്ടിട്ടുണ്ട്. ഇപ്പം നിങ്ങൾ ക്ലാസ്സിൽ കുട്ടികളുടെ ലിസ്റ്റ് ചോദിക്കാൻ ഒരാൾ വന്നിട്ട്, അപ്പം നിങ്ങൾ എങ്ങനെയാണ്, നിങ്ങൾക്ക് അറിയാവുന്ന കുട്ടികളുടെ പേരെല്ലാം നിങ്ങൾ എഴുതി കൊടുക്കും, അങ്ങനെ കൊടുക്കും അല്ലേ. സോ അതിന് ആ ഒരു ഓർഡർ ഒന്നും ഉണ്ടായിക്കൊള്ളുന്നില്ല. സോ ഇങ്ങനെ നമ്മൾ കൊടുക്കുന്ന ലിസ്റ്റിനെ അൺഓർഡേർഡ് ലിസ്റ്റ് എന്ന് പറയും. ഇനി നിങ്ങളുടെ റോൾ നമ്പറിൻ്റെ ബേസിൽ നിങ്ങളോട് ലിസ്റ്റ് ചോദിക്കുകയാണെങ്കിൽ നമ്മൾ അതിനകത്ത് റോൾ നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ 1, 2, 3 റോൾ നമ്പറിൻ്റെ ഓർഡറിലാണ് ലിസ്റ്റ് കൊടുക്കുക. സോ ഇങ്ങനെ നമ്മൾ കൊടുക്കുന്നതിന് ലിസ്റ്റിന് നമ്മൾ ഓർഡേർഡ് ലിസ്റ്റ് എന്ന് പറയും അല്ലേ. സോ പിന്നെ നമുക്ക് ഡെഫിനിഷൻ ലിസ്റ്റാണ്, അതെന്താണെന്ന് നമുക്ക് കാണാം. സോ ആദ്യം നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ പഠിക്കുന്നത് അൺഓർഡേർഡ് ലിസ്റ്റാണ്. ഒരു പർട്ടിക്കുലർ ഓർഡർ ഇല്ലാതെ നമ്മൾ എഴുതുന്ന ലിസ്റ്റിനെയാണ് അൺഓർഡേർഡ് ലിസ്റ്റ് എന്ന് പറയുന്നത്. അൺഓർഡേർഡ് ലിസ്റ്റിൻ്റെ മറ്റൊരു പേരാണ് ബുള്ളറ്റഡ് ലിസ്റ്റ്. എന്ന് വെച്ചാൽ ഓരോ ഐറ്റത്തിൻ്റെ മുന്നിലും നമ്മളൊരു എന്തെങ്കിലും ഒരു ഗ്രാഫിക് സിമ്പൽ നമ്മൾ ഡിസ്പ്ലേ ചെയ്യിക്കും. അങ്ങനെ ഡിസ്പ്ലേ ചെയ്യിച്ചിട്ടാണ് നമ്മൾ ഇതിനകത്ത് ഓരോ ലിസ്റ്റ് ഐറ്റവും കൊടുക്കുന്നത്. ഓക്കെ, സോ അൺഓർഡേർഡ് ലിസ്റ്റിനെ നമ്മളൊന്ന് വായിച്ചത് ലിസ്റ്റ് ഇൻ വിച്ച് ദ ഐറ്റംസ് ക്യാൻ ബി പ്ലേസ്ഡ് ഇൻ എനി ഓർഡർ. ഏത് ഓർഡറിൽ നമുക്ക് ഈ ഐറ്റംസിനെ പ്ലേസ് ചെയ്യാം അല്ലേ. അതിനകത്ത് നമ്മൾ നമ്പറൊന്നും ഇട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഐറ്റംസിനെ നമുക്ക് എന്ത് ചെയ്യാം, ഏത് ഓർഡറിലും പ്ലേസ് ചെയ്യാം. A bullet or other graphics is displayed in front of each item in the list. ഓരോ ലിസ്റ്റിനകത്തുള്ള ഓരോ ഐറ്റത്തിൻ്റെ മുന്നിൽ നമ്മൾ എന്ത് ചെയ്യും, എന്തെങ്കിലും ഒരു സിമ്പൽ, ഒരു ഗ്രാഫിക് സിമ്പൽ ഡിസ്പ്ലേ ചെയ്യും. കണ്ടോ, ഇവിടെ ഈ ഒരു അൺഓർഡേർഡ് ലിസ്റ്റാണ് കൊടുത്തിരിക്കുന്നത്. ഇതിനകത്ത് റാം, ഹാർഡ് ഡിസ്ക്, മദർ ബോർഡ്, പ്രോസസ്സറൊക്കെ ഉണ്ട്. ഇതിൻ്റെ മുന്നിൽ നമ്മൾ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത് കണ്ടോ, ഒരു ഡിസ്ക്കാണ് അല്ലേ, ഒരു സർക്കുലർ ഷേപ്പിലുള്ള ഒരു സിമ്പലാണ് അല്ലേ. സോ ഇതുപോലെ ഇങ്ങനെയുള്ളൊരു ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ നമ്മുടെ HTML ഉപയോഗിക്കുന്ന ടാഗാണ് UL ടാഗ്, അൺഓർഡേർഡ് ലിസ്റ്റ്. കംപ്ലീറ്റ് ലിസ്റ്റും UL ടാഗിനകത്താണ് എൻക്ലോസ് ചെയ്യുന്നത്. കണ്ടോ, HTML ഇതിനകത്ത് ഹെഡ് ഉണ്ട്, ഹെഡിനകത്ത് അൺഓർഡേർഡ് ലിസ്റ്റ് എന്ന ടൈറ്റിൽ കൊടുത്തിട്ടുണ്ട്. കണ്ടോ, ഇവിടെ അൺഓർഡേർഡ് ലിസ്റ്റ് ഇവിടെ ടൈറ്റിൽ ബാറിൽ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. ദെൻ ഹെഡ് പാർട്ട്, ബോഡി പാർട്ടിനകത്ത് BG കളർ കൊടുത്തിട്ടുണ്ട്, ഒരു കോഡാണ് കൊടുത്തിരിക്കുന്നത്. സോ ഇവിടെ ഒരു ആ BG കളർ, കറസ്പോണ്ടിങ് BG കളർ ഇവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. ഇനി സെൻറ്റർ ടാഗ് ഉപയോഗിച്ചിട്ട് അൺഓർഡേർഡ് ലിസ്റ്റ് എന്ന് ഞാൻ ഡിസ്പ്ലേ ചെയ്യിച്ചിട്ടുണ്ട്. ദെൻ വൈൽ ബൈയിങ് എ കമ്പ്യൂട്ടർ വി ഹാവ് ടു കൺസിഡർ മെനി ഐറ്റംസ് എന്ന് പറഞ്ഞിട്ട് ഒരു പീസ് ഓഫ് ടെക്സ്റ്റ് കൊടുത്തിട്ടുണ്ട്. ആ ടെക്സ്റ്റ് ഇവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. ഹെഡിങ് H2 എന്ന് പറയുന്ന ഹെഡിങ് സൈസിലാണ് കൊടുത്തിരിക്കുന്നത്. ഇനി താഴെ ഞാൻ ഒരു ലിസ്റ്റ് ഡിസ്പ്ലേ ചെയ്യിച്ചിട്ടുണ്ട്. ആ ലിസ്റ്റ് കണ്ടോ, റാം, ഹാർഡ് ഡിസ്ക്, മദർ ബോർഡ്, പ്രോസസ്സർ എന്ന് പറയുന്ന ഒരു ലിസ്റ്റ്. ആ ലിസ്റ്റ് ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ UL ടാഗാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇവിടെ കൊടുത്തിരിക്കുന്നത് നിങ്ങൾ നോക്കുക, ദ കംപ്ലീറ്റ് ലിസ്റ്റ് ഇസ് എൻക്ലൂസ് ബിറ്റ്വീൻ UL ടാഗ്. ഈ UL ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നു, UL ആ ലിസ്റ്റ് തീരുന്നിടത്ത് അവസാനിക്കുന്നു. സോ അതിനകത്ത് ഓരോ ലിസ്റ്റ് ഐറ്റവും റാം, ഹാർഡ് ഡിസ്ക്, മദർ ബോർഡ്, പ്രോസസ്സർ എല്ലാം ലിസ്റ്റ് ഐറ്റം എൻക്ലോസ് ചെയ്തിരിക്കുന്നത് LI ടാഗ്, ലിസ്റ്റ് ഐറ്റം. LI സ്റ്റാൻഡ്സ് ഫോർ ലിസ്റ്റ് ഐറ്റം, UL സ്റ്റാൻഡ്സ് ഫോർ അൺഓർഡേർഡ് ലിസ്റ്റ്. ഓക്കെ, ഓരോ ഐറ്റവും LI ടാഗിനടുക്ക് എൻക്ലോസ് ചെയ്തിട്ടുണ്ട്. ഇവിടെ എത്ര ഐറ്റംസ് ഉണ്ടോ അത്രയും LI ടാഗ്സ് നമ്മൾ യൂസ് ചെയ്യുന്നു. ഇവിടെ നോക്കുക, നമ്മൾ ഈ സർക്കുലർ ഷേപ്പിലുള്ള ഈ ബുള്ളറ്റ് നമ്മളിവിടെ കൊടുത്തിട്ടില്ല, പക്ഷേ ഈ കോഡിനകത്ത് നമ്മൾ കൊടുത്തിട്ടില്ല, പക്ഷേ അത് ഡിസ്പ്ലേ ചെയ്യുമ്പോൾ അത് ഓട്ടോമാറ്റിക്കലി വന്നിട്ടുണ്ട്. കണ്ടോ, സോ ഈ ബുള്ളറ്റിനെ വേണമെങ്കിൽ നമുക്ക് മാറ്റാം. അത് മാറ്റാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ആട്രിബ്യൂട്ടാണ് ടൈപ്പ് ആട്രിബ്യൂട്ട്. കണ്ടോ, ഇവിടെ നേരത്തെ സെയിം ലിസ്റ്റാണ്, അതുപോലെ തന്നെയാണ് വേറൊരു എന്താ പറയുക രീതിയിലാണ് ഇവിടെ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത്. ബുള്ളറ്റ് സ്ക്വയർ ആണ്. ഓക്കെ, സോ അതിന് വേണ്ടിയിട്ട് ഇവിടെ UL ടാഗിൻ്റെ ഒരു ആട്രിബ്യൂട്ടായിട്ട് ടൈപ്പ് എന്ന് പറയുന്നൊരു ആട്രിബ്യൂട്ട് നമ്മളിവിടെ യൂസ് ചെയ്തിട്ടുണ്ട്. ആ ടൈപ്പിൻ്റെ വാല്യൂ സ്ക്വയർ എന്ന് കൊടുത്തപ്പോൾ
ഇവിടെ ബുള്ളറ്റ് മാറി, സർക്കിൾ മാറിയിട്ട് ഡിസ്ക് മാറിയിട്ട് സ്ക്വയർ വന്നിട്ടുണ്ട്. ഇവിടെയും ഓരോ ലിസ്റ്റ് ഐറ്റവും എൻക്ലോസ്ഡ് ബിറ്റ്വീൻ li tags. സോ ടൈപ്പ് എന്ന് പറയുന്ന ആട്രിബ്യൂട്ടിൻ്റെ വാല്യൂ ചേഞ്ച് ചെയ്തിട്ട് നമുക്ക് ആ ബുള്ളറ്റിൻ്റെ സ്റ്റൈല് മാറ്റാം. എന്തിനാ? അത് കണ്ടോ, UL ടാഗിൻ്റെ ആട്രിബ്യൂട്ടായിട്ട് കൊടുത്തിട്ടുണ്ട് ടൈപ്പ് ആട്രിബ്യൂട്ട്. ടു സെറ്റ് ദ ടൈപ്പ് ഓഫ് ബുള്ളറ്റ് മാറ്റാൻ വേണ്ടിയിട്ട് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഏതൊക്കെയാണ്? ഡിസ്ക് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ഇതിനകത്ത് കാണിച്ചിരിക്കുന്ന പോലെ ഡിസ്ക് ആയിട്ട് വരും. ഇത് ഡിഫോൾട്ടാണ്. ഇവിടെ നമ്മൾ ടൈപ്പ് കൊടുത്തിട്ടില്ല കണ്ടോ. UL ടാഗിന് നമ്മൾ ആട്രിബ്യൂട്ട് കൊടുത്തിട്ടില്ല, പക്ഷേ ഇവിടെ ഡിഫോൾട്ടായിട്ട് ഡിസ്ക് എന്ന് പറയുന്ന ആ ഒരു ബുള്ളറ്റ് വന്നിട്ടുണ്ട്. സോ ഡിസ്ക് ഡിഫോൾട്ടാണ്. കൊടുത്തിട്ടില്ലെങ്കിൽ ഡിസ്ക് ഓട്ടോമാറ്റിക്കലി വരും. ദെൻ സ്ക്വയർ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ കണ്ടുപോലെ സ്ക്വയർ വരും. ദെൻ സർക്കിൾ എന്നാണ് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഈ ഡിസ്ക് ഇപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്ന ഡിസ്ക് തന്നെ ഇത് സർക്കിൾ, ഇത് ഫിൽഡ് ആണ് അല്ലേ. ഈ സർക്കിളിനകത്ത് ബ്ലാക്ക് കളർ ഫില്ല് ചെയ്തിട്ടുണ്ട്. ഇത് ഫില്ല് ചെയ്യാതെ വെറും സർക്കിൾ മാത്രം വരും. ഓക്കെ, സോ ഇങ്ങനെ ടൈപ്പ് ആട്രിബ്യൂട്ട് ഉപയോഗിച്ചിട്ട് നമുക്ക് ഈ ബുള്ളറ്റിൻ്റെ സ്റ്റൈൽ മാറ്റാം. സോ ഇങ്ങനെയാണ്, വളരെ സിമ്പിളാണ് ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നത്. എക്സാമിന് ചോദിക്കാറുണ്ട് ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ. സോ ഇങ്ങനെയാണ് നമ്മളൊരു ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അൺഓർഡേർഡ് ലിസ്റ്റാണ് നമ്മളിപ്പോൾ പഠിച്ചത്. ഇനി എങ്ങനെയാണ് ഓർഡേർഡ് ലിസ്റ്റ്? ഓർഡേർഡ് ലിസ്റ്റിൻ്റെ മറ്റൊരു പേരാണ് നമ്പേർഡ് ലിസ്റ്റ്. അതിനകത്ത് എന്താ നമ്പേർഡ് ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ ദ ലിസ്റ്റ് ഐറ്റം ക്യാൻ ബി പ്ലേസ്ഡ് ഇൻ എ സ്പെസിഫിക് ഓർഡർ. In ordered list, the list item should be placed in a specific order. The list in which the items should be placed in a specific order, this kind of list is called an ordered list. Okay, a number or an alphabet is displayed in front of each item in the list. നേരത്തെ അൺഓർഡേർഡ് ലിസ്റ്റിനകത്ത് നമ്മൾ എന്തെങ്കിലും ഒരു ഗ്രാഫിക് സിമ്പിളാണ് ഡിസ്പ്ലേ ചെയ്തത്, അതിന് നമ്മൾ ബുള്ളറ്റ് എന്ന് പറയും. ഇവിടെ ഏതെങ്കിലും ഒരു നമ്പറോ അല്ലെങ്കിൽ ഒരു ആൽഫബറ്റോ ആണ് ഓർഡേർഡ് ലിസ്റ്റിനകത്ത് നമ്മൾ ഡിസ്പ്ലേ ചെയ്യുന്നത്. സോ ഓർഡേർഡ് ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ടാഗ് OL ടാഗാണ്. നേരത്തെ പോലെ തന്നെ ഓരോ ലിസ്റ്റ് ഐറ്റവും നമ്മൾ li ടാഗിനടുക്കാണ് എൻക്ലോസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി ഇവിടെ നമ്മൾ ടൈപ്പ് ആട്രിബ്യൂട്ട് ഇവിടെയും OLനകത്ത് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. നമ്പേഴ്സ് ഡിസ്പ്ലേ ചെയ്യുമ്പോൾ 1, 2, 3 എന്ന് പറയുന്ന നമ്പറാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ നമ്മൾ ടൈപ്പ് ഇസ് ഈക്വൽ ടു 1 എന്ന് കൊടുക്കുക. ഇനി ABCD ആണെന്നുണ്ടെങ്കിൽ ടൈപ്പ് ഇസ് ഈക്വൽ ടു A എന്ന് കൊടുക്കുക. ഈ ടൈപ്പ് ഇസ് ഈക്വൽ ടു 1 ഒന്നും കൊടുത്തിട്ടില്ലെങ്കിൽ 1, 2, 3 ഓട്ടോമാറ്റിക്കായിട്ട് വരും, ഡിഫോൾട്ടായിട്ട് വരും. ഇനി സ്മോൾ ലെറ്റർ A ആണ് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ടൈപ്പ് ഇസ് ഈക്വൽ ടു സ്മോൾ ലെറ്റർ A. ഇനി റോമൻ ന്യൂമറൽസ് ആണ് വേണമെന്നുണ്ടെങ്കിൽ ക്യാപിറ്റൽ ലെറ്റർ I കൊടുക്കുക. ദെൻ ഐയുടെ വാല്യൂ സ്മോൾ ലെറ്റർ ആയിട്ട് നമ്മൾ കൊടുത്താൽ I എന്ന് പറയുന്നത് സ്മോൾ ലെറ്റർ ആയിട്ട് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ അത് സ്മോൾ റോമൻ ന്യൂമറലാണ്. പിന്നെ ഇവിടെ സ്റ്റാർട്ട് എന്ന് പറയുന്ന ഒരു ആട്രിബ്യൂട്ടും കൂടി ഉണ്ട് OL ടാഗിന്. അത് എന്താണെന്നുള്ളത് ഞാൻ പറയാം. ഓക്കെ, ആദ്യം നമ്മളൊരു ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ പഠിക്കാം. സോ ഇവിടെ നേരത്തെ പോലെ തന്നെ ഹെഡ് പിന്നെ ബോഡി എല്ലാം ഉണ്ട്. ബോഡിക്കകത്ത് ബാക്ക്ഗ്രൗണ്ട് കളറ് വന്നിട്ടുണ്ട്. ഇവിടെ കണ്ടോ H2 അലൈൻ ഇസ് ഈക്വൽ ടു സെൻറ്റർ. നേരത്തെ നമ്മൾ സെൻറ്റർ ടാഗാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇവിടെ ഓർഡർ ലിസ്റ്റിൻ്റെ ഹെഡിങ്, ഓർഡർ ലിസ്റ്റ് എന്ന് പറയുന്ന ആ ഒരു ടൈറ്റിൽ ഹെഡിങ് ഡിസ്പ്ലേ ചെയ്യുന്നത് സെൻറ്ററിൽ നമ്മൾ H2 ടാഗിൻ്റെ അലൈൻ എന്ന് പറയുന്ന ആട്രിബ്യൂട്ട് ഉപയോഗിച്ചിട്ടാണ് ഇത് സെൻറ്ററിൽ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത്. ഓക്കെ, ദെൻ അപ്പം നമ്മൾക്ക് ഒരേ പർപ്പസിന് വേണ്ടി പലതരം ഓപ്ഷൻസ് ഇവിടെ നമുക്ക് അവൈലബിൾ ആണ് HTML. നമ്മൾ ഔട്ട്പുട്ട് വ്യൂ എങ്ങനെയായിരിക്കണം എന്നുള്ളത് നമ്മൾ തീരുമാനിക്കുക. അതിന് പലതരത്തിലുള്ള ടാഗ്സും നമുക്ക് യൂസ് ചെയ്യാം, ഓപ്ഷൻസ് നമുക്ക് അവൈലബിൾ ആണ്. അത് ഒരാളുടെ എന്താ പറയുക ക്രിയേറ്റിവിറ്റി അനുസരിച്ചിട്ട് നമുക്ക് ഡിഫറെൻറ്റ് ടാഗ്സ് യൂസ് ചെയ്യാം. ഓക്കെ, ദെൻ ഓർഡേർഡ് ലിസ്റ്റ്, ഈ പീസ് ഓഫ് കോഡ് ഇവിടെ അതുപോലെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. ഇനി ദ ആക്ച്വൽ ലിസ്റ്റ് ഇസ് എൻക്ലോസ്ഡ് ബിറ്റ്വീൻ OL ടാഗ്സ്. OL സ്റ്റാൻഡ്സ് ഫോർ ഓർഡേർഡ് ലിസ്റ്റ് ആൻഡ് ഈച്ച് ഐറ്റം ഇസ് എൻക്ലോസ്ഡ് ബിറ്റ്വീൻ li ടാഗ്. ഓക്കെ, ദ സെയിം ആസ് UL നമ്മുടെ അൺഓർഡേർഡ് ലിസ്റ്റിൽ ഡിസ്പ്ലേ ചെയ്ത പോലെ തന്നെ ഈച്ച് ഐറ്റം ഇൻ ദ ലിസ്റ്റ് ഇസ് ഡിസ്പ്ലേഡ് യൂസിങ് ആൻ li ടാഗ്. ഓക്കെ, ദെൻ ഇവിടെയും നമ്മൾ OLന് ആട്രിബ്യൂട്ട്സ് ഒന്നും കൊടുത്തിട്ടില്ല, ബട്ട് ഇവിടെ നമുക്ക് ഡിസ്പ്ലേക്കകത്ത് 1, 2, 3, 4 എന്ന് പറയുന്ന നമ്പർ ഓട്ടോമാറ്റിക്കലി വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇതിൻ്റെ ഡിഫോൾട്ട് ടൈപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1, 2, 3 ആണ്. ഓക്കെ, സോ ഓരോ ഐറ്റവും നമ്മൾ എൻക്ലോസ് ചെയ്തിട്ടുണ്ട്. സോ ദ കംപ്ലീറ്റ് ലിസ്റ്റ് ഇസ് എൻക്ലോസ് ബിറ്റ്വീൻ
OL ടാഗ്. ഇനി ഇതിനകത്ത് ഞാനിതിൻ്റെ ഈ ടൈപ്പ് 2 ആട്രിബ്യൂട്ട്സ് ഇവിടെ യൂസ് ചെയ്യാണ്. OL ടാഗിനകത്ത് ടൈപ്പ് I എന്ന് കൊടുത്തിട്ടുണ്ട്. I എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നമ്മൾ നേരത്തെ കണ്ടു റോമൻ ന്യൂമറലാണ്. ദെൻ സ്റ്റാർട്ട് 5 കൊടുത്തിട്ടുണ്ട്. I ആണ് വാല്യൂ. I എന്ന് പറഞ്ഞാൽ റോമൻ ന്യൂമറൽസിലാണ്. സ്റ്റാർട്ട് എന്ന് പറയുന്ന ഒരു ആട്രിബ്യൂട്ട് യൂസ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ വാല്യൂ 5 കൊടുത്തു കഴിഞ്ഞാൽ എങ്ങനെയാണ് ഇതിൻ്റെ ഡിസ്പ്ലേ വരുന്നതെന്ന് നമുക്ക് നോക്കാം. സോ കണ്ടോ, ഇവിടെ OL ടൈപ്പ് ഇസ് ഈക്വൽ ടു I, സ്റ്റാർട്ട് ഇസ് ഈക്വൽ ടു 5 ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നേരത്തെ സെയിം ലിസ്റ്റാണ്. രജിസ്റ്റേഴ്സ്, ക്യാഷ്, റാം, ഹാർഡ് ഡിസ്ക് എന്ന് പറയുന്ന നേരത്തെ നമ്മൾ കൊടുത്തത് ലിസ്റ്റ് എങ്ങനെയായിരുന്നു, സെയിം ലിസ്റ്റാണ് ഇവിടെയും കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ദെൻ ഇവിടെ ഡിസ്പ്ലേ ചെയ്താൽ നിങ്ങൾ നോക്കുക, ഇവിടെ 5 തുടങ്ങിയിട്ട് ഇത് ഈ നമ്പറിങ് റോമൻ ന്യൂമറൽസിലാണ്. അതുകൊണ്ടാണ് ഇവിടെ OL ടൈപ്പ് ഇസ് ഈക്വൽ ടു നമ്മൾ എന്ത് പറഞ്ഞത്, I എന്ന് കൊടുത്തത്. സോ ടൈപ്പ് ഇസ് ഈക്വൽ ടു I എന്ന് കൊടുത്തപ്പോൾ ഇവിടെ റോമൻ ന്യൂമറൽസിലാണ് നമ്പറിങ് വന്നത്. സ്റ്റാർട്ട് ഇസ് ഈക്വൽ ടു 5 എന്ന് സെറ്റ് ചെയ്തപ്പോൾ 5 മുതൽ നമ്പറിങ് തുടങ്ങി. കണ്ടോ, 5 മുതലാണ് നമ്പറിങ് തുടങ്ങിയത്. സോ ഇങ്ങനെ നമുക്ക് ആവശ്യമുള്ള നമ്പർ മുതൽ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങാം. സ്റ്റാർട്ടിൻ്റെ വാല്യൂ നമ്മൾ കൊടുക്കുന്നത് ഏതാണോ അതിനനുസരിച്ചിട്ട് നമുക്ക് ആ നമ്പേഴ്സ് മുതൽ നമുക്ക് ലിസ്റ്റിംഗ് തുടങ്ങാം. ഓക്കെ, സോ ഇതാണ് ഓർഡേർഡ് ലിസ്റ്റ്. സോ അൺഓർഡേർഡ് ലിസ്റ്റും ഓർഡേർഡ് ലിസ്റ്റും വളരെ സിമ്പിളാണ് ക്രിയേറ്റ് ചെയ്യാൻ. അടുത്ത ഒരു ടൈപ്പ് ഓഫ് ലിസ്റ്റ് ഡെഫിനിഷൻ ലിസ്റ്റ്. ഡെഫിനിഷൻ ലിസ്റ്റിനകത്ത് എന്താ ഡെഫിനിഷൻ ലിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ദ ലിസ്റ്റ് കണ്ടെയ്ൻസ് എ സെറ്റ് ഓഫ് ടേംസ് ആൻഡ് ഇറ്റ്സ് ഡെഫിനിഷൻസ്. ഒരു ടേമും അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡെഫിനിഷൻസും കൊടുക്കുന്ന ടൈപ്പ് ഓഫ് ലിസ്റ്റാണ് ഡെഫിനിഷൻ ലിസ്റ്റ്. ആ ഡെഫിനിഷൻ ലിസ്റ്റ് ഇസ് ക്രിയേറ്റഡ് യൂസിങ് DL. നമ്മൾ ഡെഫിനിഷൻ ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ടാഗിൻ്റെ പേരാണ് DL ടാഗ്. ഡെഫിനിഷൻ ഡിഫൈൻ ചെയ്യേണ്ട ടേം കൊടുക്കുന്നത് DTക്കകത്താണ്, ആ ഡെഫിനിഷൻ കൊടുക്കുന്നത് DD ആണ്. എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ഇവിടെ ഹെഡ്, ബോഡി ആസ് യൂഷ്വൽ എല്ലാം കൊടുത്തിട്ടുണ്ട്. ബോഡിക്കകത്ത് മാർജിനൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ നേരത്തെ മാർജിനും സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ബോഡി BG കളർ, ബാക്ക്ഗ്രൗണ്ട് കളർ കൊടുത്തിട്ടുണ്ട്. ഒരു മാർജിൻ കൊടുത്തിട്ടുണ്ട്, ലെഫ്റ്റ് മാർജിൻ, റൈറ്റ് മാർജിനൊക്കെ കൊടുത്തിട്ടുണ്ട്. ദെൻ നമ്മൾ എങ്ങനെയാണെന്ന് നോക്കാം. ലെഫ്റ്റ് മാർജിൻ, റൈറ്റ് മാർജിൻ കൊടുക്കുമ്പോൾ ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും ഒരു മാർജിൻ സ്പേസ് ഇവിടെ വിട്ടിട്ടുണ്ട്. കണ്ട ഔട്ട്പുട്ട് നോക്കിയേ, ഇവിടെയും ഈ ലെഫ്റ്റിലും റൈറ്റിലും ഇത്തിരി സ്പേസ് വിട്ടിട്ടുണ്ട്. സോ അവിടെ ഒരു മാർജിൻ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അത് ബോഡി ടാഗിൻ്റെ ആട്രിബ്യൂട്ട്സ് ആണ്, നമ്മൾ നേരത്തെ കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ചതാണ്. ദെൻ ഇവിടെയും നേരത്തെ പോലെ ഒരു പീസ് ഓഫ് ടെക്സ്റ്റ് ഇവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. ടുഡേ സൈബർ സെക്യൂരിറ്റി ഹാസ് ആൻ ഇമ്മൻസ് റോൾ എന്ന് പറഞ്ഞിട്ട് ഒരു പീസ് ഓഫ് ടെക്സ്റ്റ് അവിടെ കൊടുത്തിട്ടുണ്ട്. ആ ടെക്സ്റ്റ് ഇവിടെ ഇതുപോലെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. ഇനി നമ്മുടെ ആക്ച്വൽ ലിസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് സ്പാം, ഫിഷിംഗ്, ഈ 2 ഐറ്റംസ് ആണ് നമ്മുടെ ലിസ്റ്റിനകത്തുള്ളത്. ലിസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവിടെ മുതലാണ് കണ്ടോ, ഈ സ്പാം മുതലാണ് ലിസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ ആ ലിസ്റ്റ് നമ്മൾ എൻക്ലോസ് ചെയ്തിരിക്കുന്നത് ഇവിടെ. നേരത്തെ നമ്മൾ എൻക്ലോസ് ചെയ്തത് DL, OLഉം ULഉം യൂസ് ചെയ്തിട്ടാണ്. ഇവിടെ ഡെഫിനിഷൻ ലിസ്റ്റ് ആയതുകൊണ്ട് നമ്മൾ അത് എൻക്ലോസ് ചെയ്തിരിക്കുന്നത് DL ടാഗിനകത്താണ് കണ്ടോ. ഇവിടെ DL ടാഗ് ഇവിടെ തുടങ്ങുന്നു, DL ടാഗ് ഇവിടെ അവസാനിക്കുന്നു. ദെൻ ഈ DL ടാഗിനകത്താണ് നമ്മൾ കംപ്ലീറ്റ് കണ്ടോ, സ്പാം എന്ന് പറയുന്ന ടേം ഉണ്ട്. ആ സ്പാം എന്ന് പറയുന്ന ടേമിൻ്റെ കറസ്പോണ്ടിങ് ഡെഫിനിഷൻ, സ്പാം ഈസ് ദ അൺസോളിസിറ്റഡ് ഇമെയിൽ സെൻഡ് ഇൻ ദ ഹോപ്പ് ഓഫ് ഇൻക്രീസിങ് ദ സെയിൽ ഓഫ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ അതിൻ്റെ ഡെഫിനിഷൻ കൊടുത്തിട്ടുണ്ട്. സോ DL ടാഗ് കഴിഞ്ഞിട്ട് ഡിഫൈൻ ചെയ്യേണ്ട ടേം നമ്മൾ കൊടുക്കുന്നത് DT ടാഗിനകത്താണ്. ഇവിടെ നമ്മൾ കണ്ടാൽ അറിയാം, ഡിഫൈൻ ചെയ്യേണ്ട ടേം ഇസ് എൻക്ലോസ്ഡ്, ദ ടേം ഇസ് എൻക്ലോസ്ഡ് ബിറ്റ്വീൻ DT ടാഗ്. ഇവിടെ സ്പാം കഴിഞ്ഞിട്ട് ഇവിടെ ഒരു കോളൻ ഇട്ടിട്ടുണ്ട്. ആ കോളൻ ഇവിടെ, ആ കോളൻ വരണമെങ്കിൽ, അത് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, അത് ഡിസ്പ്ലേ ചെയ്യുമ്പോൾ ആ കോളൻ ഇടുന്നു, അല്ലെങ്കിൽ ആ കോളൻ വരില്ല, അത് ഡിഫോൾട്ടായിട്ട് വരുന്നതല്ല. ഓക്കെ, ഇനി ആ കറസ്പോണ്ടിങ് ഡെഫിനിഷൻ നമ്മൾ എൻക്ലോസ് ചെയ്യുന്നത് DD എന്ന് പറയുന്ന ടാഗിനകത്താണ്. DT ഡിഫൈൻ ചെയ്യേണ്ട ടേമാണ് DT. ഓക്കെ, ദെൻ DD എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിഫൈൻ ചെയ്യേണ്ട ആ ഡെഫിനിഷൻ എന്താണോ, ഫസ്റ്റ് D സ്റ്റാൻഡ്സ് ഫോർ ഡെഫിനിഷൻ ലിസ്റ്റ് ആൻഡ് ദ സെക്കൻഡ് ആ ഡെഫിനിഷനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഇവിടെ ഫസ്റ്റ് ഈ DTക്കകത്ത് ഫസ്റ്റ് D സ്റ്റാൻഡ്സ് ഫോർ ഡെഫിനിഷൻ ലിസ്റ്റിൻ്റെ D ആണ്, ദെൻ T സ്റ്റാൻഡ്സ് ഫോർ ടേം. ഓക്കെ,
സോ ഇവിടെ ഡി ഡി എന്ന് പറയുന്ന രണ്ട് ടാഗ് പെയറിനടുക്കാണ് നമ്മൾ അതിൻ്റെ ഡെഫിനിഷൻ എൻക്ലോസ് ചെയ്യുന്നത്. അതുപോലെ ഇവിടെ രണ്ട് ടേംസ് ഉണ്ട്, സ്പാമും ഫിഷിങ്ങും. രണ്ടെണ്ണത്തിന് രണ്ട് സെപ്പറേറ്റ് ഡി ടി ടാഗ് യൂസ് ചെയ്തിട്ടുണ്ട്. രണ്ടെണ്ണത്തിൻ്റെയും ഡെഫിനിഷൻ രണ്ട് സെപ്പറേറ്റ് ഡി ഡി ടാഗിനടുക്കാണ് നമ്മൾ എൻക്ലോസ് ചെയ്തത്. സോ ഇങ്ങനെയാണ് ഡെഫിനിഷൻ ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇതിൻ്റെ ഔട്ട്പുട്ട് നമ്മൾ ഈ വിൻഡോയ്ക്കകത്ത് കൊടുത്ത പോലെ വരും. ഇവിടെ ഈ സ്പേസ് ഒന്നും നമ്മൾ ഇടാൻ വേണ്ടിയിട്ട് പറഞ്ഞതല്ല, ഇത് ഓട്ടോമാറ്റിക്കലി വരുന്നതാണ്. ഓക്കെ, സ്പാം എന്ന് പറയുന്ന ഈ ടേം, ആ ടേമിൻ്റെ കറസ്പോണ്ടിങ് ഡെഫിനിഷൻ ഇങ്ങനെ ഒരു അലൈൻമെൻറ്റിലാണ് വരുന്നത്. ഇത് ഓട്ടോമാറ്റിക്കലി വരുന്ന ഒരു അലൈൻമെൻറ്റാണ് കേട്ടോ. കുറച്ചിങ്ങോട്ട് ഈ സ്പാം എന്ന് പറയുന്ന ഈ ടേമിൻ്റെ കുറച്ചിങ്ങോട്ട് മാറിയിട്ടാണ് ഡെഫിനിഷൻ ഡിസ്പ്ലേ ചെയ്തിട്ടുള്ളത്. ഓക്കെ, സോ ഇങ്ങനെയാണ് ഡെഫിനിഷൻ ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നത്. അടുത്ത നമുക്കിപ്പോൾ നമ്മൾ 3 ടൈപ്പ് ബേസിക് ലിസ്റ്റുകൾ പഠിച്ചു. ഓർഡേർഡ് ലിസ്റ്റ്, അൺഓർഡേർഡ് ലിസ്റ്റ് ആൻഡ് definition list. Ordered list is enclosed between OL tag, unordered list is enclosed between UL tag, and definition list is enclosed between DL tag. ഇനി nested list എന്ന് പറഞ്ഞാൽ എന്താണ്? What is meant by nested list? A list given under each item of another list is called a nested list. എന്ന് വെച്ചാൽ എന്താ? ഒരു ലിസ്റ്റിൻ്റെ ഓരോ ഐറ്റത്തിൻ്റെ ഇടക്കും വേറൊരു ലിസ്റ്റിനെ ഇൻക്ലൂഡ് ചെയ്യുന്നതിനെയാണ് നമ്മൾ നെസ്റ്റഡ് ലിസ്റ്റ് എന്ന് പറയുന്നത്. ഇവിടെ നോക്കാം, ലിസ്റ്റ് ഇൻപുട്ട്, ഇവിടെ ഒരു മെയിൻ ലിസ്റ്റ് ഉണ്ട്. ആ മെയിൻ ലിസ്റ്റിനകത്ത് ഇപ്പോൾ ഇതിൻ്റെ ഈ ഔട്ട്പുട്ട് വിൻഡോയ്ക്കകത്ത് നോക്കാം. ഈ മെയിൻ ലിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 ഇൻപുട്ട് ഡിവൈസ്, 2 ഔട്ട്പുട്ട് ഡിവൈസ്, 3 മെമ്മറി ഡിവൈസ്. ഈ 1 ഇൻപുട്ട് ഡിവൈസ് എന്ന് പറയുന്ന ഈ ലിസ്റ്റ് ഐറ്റം, ഇത് ഇസ് ആൻ ഓർഡേർഡ് ലിസ്റ്റ് അല്ലേ? ഈ മെയിൻ ലിസ്റ്റ് ഇസ് എൻ ഓർഡർ ലിസ്റ്റ്. 1, 2, 3 നമ്പറിലല്ലേ വന്നിരിക്കുന്നത്. സോ ദിസ് ഇസ് എൻ ഓർഡർ ലിസ്റ്റ്. ഈ ഓർഡേർഡ് ലിസ്റ്റിൻ്റെ ഫസ്റ്റ് ഐറ്റം ഇൻപുട്ട് ഡിവൈസ് എന്ന് പറയുന്ന ഈ ലിസ്റ്റ് ഐറ്റത്തിൻ്റെ താഴെ ഹിയർ ഡിസ്പ്ലേഡ് അനദർ ലിസ്റ്റ്. ഇത് ഈ സബ് ലിസ്റ്റ്, ഇത് നമുക്കൊരു സബ് ലിസ്റ്റ് എന്ന് വേണമെങ്കിൽ പറയാം. ഈ സബ് ലിസ്റ്റ് അൺഓർഡേർഡ് ലിസ്റ്റാണ്. സോ ഓർഡേർഡ് ലിസ്റ്റിൻ്റെ ഓരോ ഐറ്റത്തിൻ്റെ താഴെയും വേറൊരു സബ് ലിസ്റ്റ് ഇവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. സോ ഇങ്ങനെ ലിസ്റ്റ് ചെയ്യുന്നതിന് ഒരു ലിസ്റ്റിൻ്റെ ഓരോ ഐറ്റത്തിൻ്റെയും സബ് ലിസ്റ്റായിട്ട് വേറൊരു ലിസ്റ്റ് ഡിസ്പ്ലേ ചെയ്യാം. സോ ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, നെസ്റ്റഡ് ലിസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എന്താ നമ്മൾക്കൊന്നും കൂടെ, ലിസ്റ്റ് ഗിവൻ അണ്ടർ ഈച്ച് ഐറ്റം ഓഫ് അനദർ ലിസ്റ്റ്. വേറൊരു ലിസ്റ്റിൻ്റെ ഓരോ ഐറ്റത്തിൻ്റെ താഴെയും ഒരു ലിസ്റ്റ് എൻക്ലോസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, നെസ്റ്റഡ് ലിസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, സോ എങ്ങനെയാണ് ഇത് ക്രിയേറ്റ് ചെയ്യുന്നത്? ഇതിൻ്റെ മെയിൻ ലിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ പറഞ്ഞ പോലെ നെസ്റ്റഡ് ലിസ്റ്റ് എന്ന് ഹെഡിങ് ഡിസ്പ്ലേ ചെയ്തു. ഇവിടെ ഒരു പീസ് ഓഫ് കോഡ് അതുപോലെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. ഇനി മെയിൻ ലിസ്റ്റ് ഇറ്റ് ഈസ് ആൻ ഓർഡേർഡ് ലിസ്റ്റ്. സോ ഈ കംപ്ലീറ്റ് ലിസ്റ്റ് ഓർഡേർഡ് ലിസ്റ്റ് ആയതുകൊണ്ട് നമ്മൾ അത് OL ടാഗിനടുക്കാണ് എൻക്ലോസ് ചെയ്തിരിക്കുന്നത്. കണ്ടോ? അപ്പോൾ ഈ ഓർഡേർഡ് ലിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടം തുടങ്ങി അത് ഇവിടെയാണ് അവസാനിക്കുന്നത്. കംപ്ലീറ്റ് ലിസ്റ്റും ഓർഡേർഡ് ലിസ്റ്റിൻ്റെ ഭാഗമാണ് അല്ലേ? സോ ഇത് നമ്മൾ OL ടാഗിനടുക്ക് എൻക്ലോസ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അകത്ത് ഓരോ ലിസ്റ്റ് ഐറ്റമും എന്ന് വെച്ചാൽ ഓർഡേർഡ് ലിസ്റ്റിനകത്ത് 3 ലിസ്റ്റ് ഐറ്റംസ് ഉണ്ട്. ഇൻപുട്ട് ഡിവൈസസ്, output devices, memory devices. These are the 3 list items of the main ordered list. Okay, so ഈ ഫസ്റ്റ് ഇൻപുട്ട് ഡിവൈസ് എന്ന് പറയുന്ന ഈ ലിസ്റ്റ് ഐറ്റം നമ്മൾ എല്ലാ ടാഗ് യൂസ് ചെയ്തിട്ട് ആ ലിസ്റ്റ് ഐറ്റം കൊടുത്തിട്ടുണ്ട്. ഇനി ആ ലിസ്റ്റ് ഐറ്റത്തിൻ്റെ താഴെയുള്ള സബ് ലിസ്റ്റ് ആ ലിസ്റ്റ് ഐറ്റം കൊടുത്ത ഉടനെ തന്നെ ഇത് UL ടാഗിനെടുക്കുക. ദിസ് ഇസ് ആൻ അൺഓർഡേർഡ് ലിസ്റ്റ്. സോ നമ്മൾ അൺഓർഡേർഡ് ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ അത് UL ടാഗിലാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. സോ ഇവിടെ UL ടാഗ് യൂസ് ചെയ്തിട്ട് നമ്മൾ ആ അൺഓർഡേർഡ് ലിസ്റ്റ് ഇവിടെ ക്രിയേറ്റ് ചെയ്യുന്നു. ഇത് കണ്ടോ, ഇവിടെ അൺഓർഡേർഡ് ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പം ഈ താഴെ കീബോർഡ് മൗസ് സ്കാനർ എന്നുള്ളത് ABCD എന്ന് പറയുന്ന ഒരു ഓർഡേർഡ് ലിസ്റ്റ് ആണെങ്കിൽ നമ്മൾ ഇവിടെ ULന് പകരം എന്ത് യൂസ് ചെയ്യാം, OL ടാഗ് യൂസ് ചെയ്യാം. ഓക്കെ, സോ ഈ സബ് ലിസ്റ്റ് ക്യാൻ ബി ഓർഡേർഡ്
ലിസ്റ്റ് ഓർ അൺഓർഡേർഡ് ലിസ്റ്റ്. സോ ഓർഡേർഡ് ലിസ്റ്റ് ആണെങ്കിൽ നമ്മൾ ഓയിൽ ടാഗ് യൂസ് ചെയ്യുന്നു. ഇവിടെ ഒരു ഓയിൽ ടാഗ്, അതിൻ്റെ സബ് ലിസ്റ്റ് കൊടുക്കാൻ വി ഹാവ് ടു യൂസ് അനദർ ഓയിൽ ടാഗ്. ഇവിടെ UL പകരം നമ്മൾ OL യൂസ് ചെയ്യും. ഈ കീബോർഡ് മൗസ് സ്കാനർ MICR എന്ന് പറയുന്ന ഈ ലിസ്റ്റ് 1 2 3 നമ്പറിലോ അല്ലെങ്കിൽ ABCD നമ്പറിലൊക്കെയാണ് ഇവിടെ നമ്മളോട് ഡിസ്പ്ലേ ചെയ്യിക്കാൻ പറയുന്നതെന്നുണ്ടെങ്കിൽ നമ്മളിവിടെ ഈ UL മാറ്റിയിട്ട് അതിന് പകരം OL എന്ന് കൊടുത്താൽ മതി. ഓക്കെ, അത്രയേ ഉള്ളൂ ഡിഫറൻസ്. ഓക്കെ, ഇനി അടുത്ത ഈ നമ്മുടെ മെയിൻ ലിസ്റ്റിൻ്റെ രണ്ടാമത്തെ ഐറ്റമാണ് ഔട്ട്പുട്ട് ഡിവൈസസ്. കണ്ടോ, ഈ രണ്ടാമത്തെ ഐറ്റം ഔട്ട്പുട്ട്, ഇവിടെ രണ്ടാമത്തെ ഔട്ട്പുട്ട് ഡിവൈസസ് എന്ന് പറയുന്ന ഐറ്റം ഉണ്ട്. ഈ ഐറ്റം നമ്മൾ LI ടാഗ് യൂസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഈ LI ടാഗ് എന്ന് പറയുന്നത് ഈ OLൻ്റെ LI ടാഗാണ്, ലിസ്റ്റ് ഐറ്റമാണ്, മെയിൻ ഓർഡേർഡ് ലിസ്റ്റിൻ്റെ ലിസ്റ്റ് ഐറ്റമാണ്. അത് നമ്മൾ കൊടുത്തു. അതിനുശേഷം വരേണ്ട പ്രിൻ്റർ, മോണിറ്റർ, സ്പീക്കർ എന്ന് പറയുന്ന സബ് ലിസ്റ്റ് ഈ ഓർഡേർഡ് ലിസ്റ്റിൻ്റെ ജസ്റ്റ് താഴെ നമ്മൾ കൊടുത്തു. അപ്പോൾ അവിടെ എന്തായി, അതും ഒരു അൺഓർഡേർഡ് ലിസ്റ്റാണ്. ഇനിയിപ്പോൾ അത് ഓർഡേർഡ് ലിസ്റ്റാക്കി നമുക്ക് വേണമെങ്കിൽ കൊടുക്കാം. ഓക്കെ, ഓയിൽ ടാഗ് യൂസ് ചെയ്താൽ മതി. സോ അതും നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. അവിടെ ടൈപ്പ് = സ്ക്വയർ ആണ് കൊടുത്തിരിക്കുന്നത്, കാരണം ഇത് സ്ക്വയറിലാണ് ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത്. ഇവിടെ നമ്മൾ ഇതിനകത്ത് UL എന്ന് പറയുന്ന ടാഗിൻ്റെ നമ്മൾ ഒരു ടൈപ്പും കൊടുത്തിട്ടില്ല, അതുകൊണ്ട് അത് ഡിഫോൾട്ടായിട്ട് ഡിസ്ക്കാണ് വരിക കേട്ടോ. ഇവിടെ സർക്കിളാണ് വന്നിരിക്കുന്നത്, ആക്ച്വലി അത് ഡിസ്ക്കാണ് വരിക. ഓക്കെ, ദെൻ മെമ്മറി ഡിവൈസസ് എന്ന് പറയുന്ന അടുത്ത തേർഡ് ഐറ്റം, അതിൻ്റെ ടൈപ്പ് സർക്കിളാണ് കൊടുത്തിരിക്കുന്നത്. സോ ഇവിടെ സർക്കിൾ എന്ന് വരും. ഹാർഡ് ഡിസ്ക്, CD-ROM, ഫ്ലാഷ് ഡ്രൈവ്, ഈ 3 ഐറ്റമാണ് ഇതിനകത്തുള്ളത്. അത് അതിൻ്റെ കറസ്പോണ്ടിങ് UL ടാഗിനടുക്ക് നമ്മൾ എൻക്ലോസ് ചെയ്തിട്ടുണ്ട്. ഇവിടെ UL ക്ലോസ് ചെയ്തു. സോ ഈ ലിസ്റ്റ് ഐറ്റംസ് കംപ്ലീറ്റ് ഇവിടെ കൊടുത്തതിന് ശേഷം ഈ UL ടാഗും ക്ലോസ് ചെയ്തതിന് ശേഷം നമ്മുടെ മെയിൻ ലിസ്റ്റായ OL ഓർഡേർഡ് ലിസ്റ്റ് ഇവിടെ ക്ലോസ് ചെയ്യുന്നു. സോ ഇങ്ങനെയാണ് നെസ്റ്റഡ് ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഇത് ഒരുപാട് മാർക്കിന് ചോദിക്കുന്ന, ഒരു 5 മാർക്കിനൊക്കെ ചോദിക്കാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് ചിലപ്പോൾ വരാറുണ്ട്. ഓക്കെ, സോ നിങ്ങൾ നന്നായിട്ട് ശ്രദ്ധിച്ച് വേണം പഠിക്കാൻ. ലിസ്റ്റിൽ നിന്നും സാധാരണ ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. സോ ദീസ് ആർ ദ മേക്കിംഗ് ഓഫ് അല്ലെങ്കിൽ ഇൻസേർട്ടിംഗ് ഓഫ് ഡിഫറെൻറ്റ് ലിസ്റ്റ് ഇൻ എ വെബ് പേജ്. അപ്പോൾ നമ്മൾ ഇങ്ങനെയാണ് ലിസ്റ്റ് എൻക്ലോസ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ നന്നായിട്ട് പഠിച്ചിട്ടുണ്ട്. ഇതിനകത്ത് യൂസ് ചെയ്യുന്ന ടാഗ്സ് ഏതൊക്കെയാണെന്നുള്ളത് നമ്മൾ കണ്ടു കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മുടെ ടെക്സ്റ്റ് ബുക്കിനകത്ത് ഓർഡേർഡ് ലിസ്റ്റ്, അൺഓർഡേർഡ് ലിസ്റ്റ്, ഡെഫിനിഷൻ ലിസ്റ്റ് 3 നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. നെസ്റ്റഡ് ലിസ്റ്റും നമ്മൾ പഠിച്ചു എങ്ങനെയാണ്. ഇവിടെ കുറച്ച് ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട്. ഈ ക്വസ്റ്റ്യൻസിൻ്റെ ആൻസർ നിങ്ങൾ കണ്ടെത്താൻ ശ്രമിക്കണം കേട്ടോ. നമ്മൾ ഇത്രയും പഠിപ്പിച്ച നിങ്ങൾക്ക് മനസ്സിലായി എന്നുണ്ടെങ്കിൽ ഈ ക്വസ്റ്റ്യൻസിൻ്റെ ആൻസർ നിങ്ങൾക്ക് ഫൈൻഡ് ചെയ്യാൻ കഴിയും. ഇത് നിങ്ങൾ അസൈൻമെൻ്റായിട്ട് എഴുതുക. ഓക്കെ, ഇത് പോർഷൻ നിങ്ങൾ കണ്ടു കഴിയുമ്പോൾ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, അസൈൻമെൻറ്റ് വീഡിയോ കണ്ടു കഴിയുമ്പോൾ തന്നെ അസൈൻമെൻറ്റായിട്ട് നിങ്ങളുടെ നോട്ട്ബുക്കിനകത്തേക്ക് അസൈൻമെൻറ്റ് ബുക്കിലേക്ക് എഴുതിക്കൊള്ളുക. അടുത്തത് നമ്മൾ നമ്മുടെ ഡോക്യുമെൻറ്റിനകത്തൊരു ലിങ്ക് ക്രിയേറ്റ് ചെയ്യാനാണ് പഠിക്കുന്നത്. ഓക്കെ, ഹൗ ടു ക്രിയേറ്റ് എ ലിങ്ക് ഇൻ ആർ ഡോക്യുമെൻറ്റ്. നമ്മൾ ഗൂഗിളിലൊക്കെ പല കാര്യങ്ങളും സെർച്ച് ചെയ്യുമ്പോൾ നമുക്ക് ഗൂഗിൾ വെബ്സൈറ്റ് ഒരുപാട് ലിങ്ക്സ് തരും അല്ലേ. അതിനകത്ത് ലിങ്ക് ഇങ്ങനെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ടാകും. നമ്മൾ അതിനകത്ത് നമുക്ക് ആവശ്യമുള്ള ലിങ്കിനകത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഡോക്യുമെൻറ്റിലേക്ക് ഡയറക്റ്റ് ചെയ്യും. സോ ഇതുപോലെ ലിങ്ക്സ് നമ്മുടെ വെബ്സൈറ്റിനകത്തും ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, വെബ് പേജിനകത്ത് ക്രിയേറ്റ് ചെയ്യാം. സോ ലിങ്ക് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ടാഗാണ് എ ടാഗ്, ദാറ്റ് മീൻസ് ആങ്കർ ടാഗ്. ഓക്കെ, ആങ്കർ ടാഗ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ലിങ്ക് ക്രിയേറ്റ് ചെയ്യുന്നത്. ആങ്കർ ടാഗിൻ്റെ ഒരു മെയിൻ ആട്രിബ്യൂട്ടാണ് href ആട്രിബ്യൂട്ട്. href സ്റ്റാൻഡ്സ് ഫോർ ഹൈപ്പർ റെഫറൻസ്. ഈ ആങ്കർ എന്നുള്ള പേര് നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചോളൂ കേട്ടോ. അത് ആ പേര് പലപ്പോഴും എക്സാമിന് എഴുതേണ്ടി വരും, ആ ആങ്കർ എന്നുള്ള പേര്. ഓക്കെ, href ആട്രിബ്യൂട്ട് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഏത് വെബ്സൈറ്റിലേക്കാണ് അല്ലെങ്കിൽ ഏത് വെബ് ഡോക്യുമെൻറ്റിലേക്കാണ് കണക്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഏത് ഡോക്യുമെൻറ്റിലേക്കാണ് കണക്ട് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ ആ ഡോക്യുമെൻറ്റിൻ്റെ URL എന്ന് വെച്ചാൽ ആ ഡോക്യുമെൻറ്റിലേക്കുള്ള പാത്ത് നമ്മൾ കൊടുക്കുന്നത് href ആട്രിബ്യൂട്ടിൻ്റെ വാല്യൂ ആയിട്ടാണ്, ഹൈപ്പർ റെഫറൻസ്. ഓക്കെ, ഇവിടെ
HRF നോക്കാം, ഇതെങ്ങനെയാണ് യൂസ് ചെയ്യുന്നതെന്ന് നോക്കാം. എങ്ങനെയാണ് ലിങ്ക് ക്രിയേറ്റ് ചെയ്യുന്നത്? ഈ പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ, ഈ ലിങ്ക് ക്രിയേറ്റ് ചെയ്യുന്ന പറഞ്ഞാൽ വളരെ സിമ്പിളാണ്. നമുക്ക് ഇവിടെ ഒരു കോഡ് സെഗ്മെൻറ്റ് ഞാൻ എഴുതിയിട്ടുണ്ട്. ഈ കോഡ് സെഗ്മെൻറ്റ് ഞാനൊന്ന് എക്സിക്യൂട്ട് ചെയ്ത് കാണിക്കാം. ഓക്കെ, ഇതിനകത്ത് ലിങ്ക് ഹിയർ ക്ലിക്ക് ഹിയർ ടു കണക്റ്റ്. ഇവിടെ ഹെഡ് ഉണ്ട്, ഹൈപ്പർ ലിങ്ക് എന്നുള്ളത് ടൈറ്റിൽ കൊടുത്തിട്ടുണ്ട്. ദെൻ ബോഡിക്കകത്ത് ഞാൻ കൊടുത്തിരിക്കുന്നത് ക്ലിക്ക് ഹിയർ ടു കണക്റ്റ് എന്ന് പറഞ്ഞൊരു ടെക്സ്റ്റ് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ലിങ്കും കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് കമ്പൈൽ ചെയ്ത് നോക്കാം. കമ്പൈൽ ചെയ്യേണ്ട, എക്സിക്യൂട്ട് ചെയ്താൽ മതി കേട്ടോ. കണ്ടോ, ഇതിൻ്റെ ഔട്ട്പുട്ട് ഇങ്ങനെയാണ് വന്നത്. ഇനി വാട്ട് ഇസ് ഹാപ്പനിങ് ഹിയർ? ക്ലിക്ക് ഹിയർ ടു കണക്റ്റ്. ഇതിനകത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ DHC കേരളയുടെ പോർട്ടലുമായിട്ട് കണക്ട് ചെയ്തു. കണ്ടോ, ഇതാണ് ലിങ്ക് എന്ന് പറയുന്നത്. ഇങ്ങനെ ലിങ്ക് കണ്ടോ, ഇതിനകത്ത് ഈ ഔട്ട്പുട്ടിനകത്തുള്ള ടെക്സ്റ്റ് നിങ്ങൾ നോക്കുക. ക്ലിക്ക് ഹിയർ ടു കണക്ട് എന്ന് പറയുമ്പോൾ അവിടെ നമ്മൾ കേസർ വെക്കുമ്പോൾ പ്രത്യേകിച്ചൊന്നും അവിടെ കാണാൻ പറ്റുന്നത്. പക്ഷേ DHC കേരളയുടെ അവിടെ കേസർ വെക്കുമ്പോൾ അതൊരു ലിങ്കാണ്. അതുകൊണ്ടാണ് അവിടെ കണ്ടോ ആ കേസറിൻ്റെ ഇത് മാറിയില്ലേ, സിമ്പിൾ മാറിയില്ലേ അല്ലേ? കേസർ പിന്നെ അതൊരു ലിങ്ക്, ആക്റ്റീവ് ലിങ്ക് ആയതുകൊണ്ടാണ് അത് അങ്ങനെ കേസർ മാറിയത്. ഓക്കെ, സോ ഇത് വരാൻ വേണ്ടിയിട്ട് ഇവിടെ ഈ ക്ലിക്ക് ഹിയർ ടു കണക്റ്റ് എന്ന് പറയുന്നത് ഞാനിവിടെ ജസ്റ്റ് ഒരു പ്ലെയിൻ ടെക്സ്റ്റ് ആയിട്ടാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ബോഡി ടാഗിനുള്ളിൽ. ഇനി DHC കേരള എന്നുള്ളത് ഇവിടെ വന്നിരിക്കുന്നത് ലിങ്കാണ്. അത് എവിടെയാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്? ആങ്കർ ടാഗ് പെയറിനകത്ത്. കണ്ടോ, ആങ്കർ ടാഗ് ഇവിടെയാണ് ടാഗ് ഓപ്പൺ ചെയ്യുന്നത്. ഇത്രയുമാണ് ടാഗ് ഓപ്പണിങ്. ആൻഡ് ഇതാണ് ആ ടാഗിൻ്റെ ക്ലോസിങ്. കണ്ടോ, ഇതാണ് ടാഗ് ക്ലോസിങ്. ഈ ആങ്കർ ടാഗിനിടക്ക് നമ്മൾ ഏത് ടെക്സ്റ്റാണോ ഇൻസേർട്ട് ചെയ്യുന്നത്, നമ്മൾ ഏത് ടെക്സ്റ്റാണോ കൊടുക്കുന്നത്, ആ ടെക്സ്റ്റ് കംപ്ലീറ്റ് ഇവിടെ ലിങ്കായിട്ട് വർക്ക് ചെയ്യും. DHC കേരള എന്നാണ് ഞാനിവിടെ കൊടുത്തിരിക്കുന്നത്. ആ DHC കേരള ഇവിടെ ഒരു ലിങ്കായിട്ട് വർക്ക് ചെയ്തു. ഇനി എങ്ങോട്ടേക്കാണ് ലിങ്ക് വരേണ്ടതെന്നുള്ളത്, ആ DHC കേരള വെബ്സൈറ്റിൻ്റെ അഡ്രസ്സ് നമ്മളിവിടെ HRF ആട്രിബ്യൂട്ടിൻ്റെ വാല്യൂ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. കണ്ടോ, http:// കംപ്ലീറ്റ് URL നമ്മളിവിടെ കൊടുക്കണം. www.dhckerala.gov.in ഈ കംപ്ലീറ്റ് URL നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ ഇവിടെ നമുക്ക് ഇതിൻ്റെ ഔട്ട്പുട്ട് ഇങ്ങനെ ലിങ്കായിട്ട് വരും. ഈ ലിങ്കിനകത്ത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി ആ വെബ്സൈറ്റിലേക്ക് ഡയറക്റ്റ് ചെയ്യും. ഓക്കെ, ഇപ്പോൾ ക്ലിയർ ആയി കാണുമെന്ന് വിചാരിക്കുന്നു. വളരെ സിമ്പിളാണ് ലിങ്ക് ക്രിയേറ്റ് ചെയ്യാൻ. ആങ്കർ ടാഗിനകത്ത് ഇടയ്ക്ക് നമ്മൾ എന്താണോ കൊടുക്കുന്നത്, ഇവിടെ ഒരു ടെക്സ്റ്റാണ് കൊടുത്തിരിക്കുന്നത്, അപ്പോൾ ആ ടെക്സ്റ്റ് ഇവിടെ ലിങ്കായിട്ട് വർക്ക് ചെയ്തു. ഓക്കെ, സോ ഇതാണ് ലിങ്ക്. ഇതിന് നമ്മൾ എക്സ്റ്റേണൽ ലിങ്ക് എന്ന് പറയും. ഇനി നമുക്കിതിനകത്ത് നോക്കാനുള്ളത് 2 ടൈപ്പ് ഓഫ് ലിങ്ക്സ് ഉണ്ട്. നമ്മൾക്ക് രണ്ട് തരത്തിൽ ലിങ്ക് കൊടുക്കാം. ഒന്ന് എക്സ്റ്റേണൽ ലിങ്കും ഒന്ന് ഇൻറ്റേർണൽ ലിങ്കും. എക്സ്റ്റേണൽ ലിങ്കാണ് നമ്മളിപ്പോൾ കണ്ടത്. ഈ എന്താ പറയുക, അത് ഒരു എക്സ്റ്റേണൽ ഡോക്യുമെൻറ്റിലേക്കുള്ള ലിങ്ക് എന്ന് വെച്ചാൽ എക്സ്റ്റേണൽ ലിങ്ക്. ദെൻ ഇൻറ്റേർണൽ ലിങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരേ ഡോക്യുമെൻറ്റിൻ്റെ തന്നെ വാട്ട് ഇസ് ഇൻറ്റേർണൽ ലിങ്ക്? ദ ലിങ്ക് ടു എ പർട്ടിക്കുലർ സെക്ഷൻ ഓഫ് ദ സെയിം ഡോക്യുമെൻറ്റ്. ഒരേ ഡോക്യുമെൻറ്റിൻ്റെ തന്നെ പല ഭാഗത്തേക്ക് നമുക്ക് മൂവ് ചെയ്യാനുള്ള ലിങ്കാണ് എക്സ്റ്റേണൽ ലിങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇപ്പം എക്സ്റ്റേണൽ ലിങ്ക് നമ്മൾ ഉപയോഗിക്കുന്നത്, ഞാനൊരു കോഡ് സെഗ്മെൻറ്റ് ഇവിടെ ചെയ്തിട്ടുണ്ട്, ഞാൻ കാണിക്കും. അതാവുമ്പോൾ കുറച്ചും കൂടി എളുപ്പത്തിൽ നിങ്ങൾക്ക് മനസ്സിലാവും. സോ ഹിയർ ഇസ് എ കോഡ് സെഗ്മെൻറ്റ്. ഇത് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ വരുന്നത് ദിസ് ഇസ് ദ ഔട്ട്പുട്ട്. കണ്ടോ, ദിസ് എ വെരി ലെങ്തി വെബ് പേജ്. വളരെ ലെങ്തിയാണ്. ഇതിവിടെ ഒരു സ്ക്രോൾ ബാർ ഇവിടെ ഓട്ടോമാറ്റിക്കലി ഇത് വന്നതാണ്, സ്ക്രോൾ ബാർ. കണ്ടോ, ഇത് ലെങ്തിയാണ്. അതുകൊണ്ട് എനിക്ക് ഈ സുബ്ലുസലാം ഹയർ സെക്കൻഡറി സ്കൂൾസ് ഓഫ് ഏറനാട് താലൂക്ക്, ഞാനിവിടെ ജസ്റ്റ് ഒരു ടെക്സ്റ്റ് കൊടുത്തു എന്നേ ഉള്ളൂ. ഇനി എനിക്ക് സുബ്ലുസലാം ഹയർ സെക്കൻഡറി, സുബ്ലുസലാം HSSൻ്റെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽസിലേക്ക് എനിക്ക് ഡയറക്റ്റ് പോകണം. എനിക്ക് ഇതൊന്നും വായിക്കാനുള്ള സമയമില്ല, ഇത്രയും ഏരിയ എനിക്ക് വായിക്കാനുള്ള സമയമില്ല എന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് എനിക്ക് ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സുബ്ലുസലാമിലേക്ക് പോയി. കണ്ടോ, സോ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ദിസ് ഇസ് ദ പാർട്ട് ഓഫ് ദ സെയിം ഡോക്യുമെൻറ്റ്. ഈ സെയിം ഡോക്യുമെൻറ്റിൻ്റെ പാർട്ടാണ്. ഇതൊരു ലെങ്തി വെബ് പേജ് ആയതുകൊണ്ട് നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഇതെല്ലാം സ്ക്രോൾ ചെയ്ത്, ഇപ്പം ഇത് കുറച്ചും കൂടി ചെറുതാണ്, ഒരു വളരെ ലെങ്തി ആയിട്ടുള്ള വെബ് പേജ് ആണെങ്കിൽ നമുക്ക് ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പോകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പം
ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഡയറക്റ്റ് ലിങ്ക് കൊടുത്തു. ഇപ്പം ഇതിനകത്ത് നോക്കുക, സുബുലുസലാം നേരത്തെ ബ്ലൂ കളറായിരുന്നു. ഇപ്പം ഞാനത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ അതെന്തായി, പേർപ്പിൾ കളറായി. കണ്ടോ? ഇതാണ് നമ്മൾ നേരത്തെ പഠിച്ചത് എ ലിങ്ക്, വി ലിങ്ക്, ലിങ്ക് എന്നൊക്കെ പറഞ്ഞാൽ. സോ സുബുലുസലാം ഓറിയന്റൽ സ്കൂൾ എന്ന് പറയുന്നത് ഇതൊരു ലിങ്ക് ആണ്. സോ അതിൻ്റെ കളറ് ബ്ലൂ കളറാണ്. ലിങ്കിൻ്റെ ഡിഫോൾട്ട് കളറ് ബ്ലൂ ആണ്. അത് ഇപ്പം ഞാൻ ഇതിനകത്ത് ക്ലിക്ക് ചെയ്തപ്പോൾ അതെന്തായി മാറി, ഞാനത് വിസിറ്റ് ചെയ്ത് കഴിഞ്ഞു അല്ലേ. വിസിറ്റഡ് ലിങ്ക്, വി ലിങ്കിൻ്റെ കളറ് പേർപ്പിൾ ആണ്. വി ലിങ്കിൻ്റെ കളറ് പേർപ്പിൾ ആണ്. സോ ഇതാണ് ലിങ്ക്. കണ്ടോ? ഇവിടെ ഇതെങ്ങനെയാണ് ഞാനിത് ഇംപ്ലിമെൻറ്റ് ചെയ്തിരിക്കുന്നതെന്നാണ് ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ളത്. സി, ഇതാണ് ഇന്റേണൽ ലിങ്ക് എന്ന് പറയുന്നത്. ഒരേ ഡോക്യുമെന്റിന്റെ തന്നെ ഡിഫറെന്റ് പാർട്ടിലേക്ക് നാവിഗേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ കൊടുക്കുന്ന ലിങ്കാണ് ഇന്റേണൽ ലിങ്ക്. സോ ഇവിടെ നോക്കുക, ഇന്റേണൽ ലിങ്ക് എന്ന് പറഞ്ഞ ഡോക്യുമെന്റിന്റെ ടൈറ്റിൽ ഇന്റേണൽ ലിങ്ക്, ടൈറ്റിൽ ഇവിടെ ടൈറ്റിൽ ബാറിലുണ്ട് ഇന്റേണൽ ലിങ്ക്. ഓക്കെ, ദെൻ ബോഡിക്കകത്ത് ഫോണ്ട് എന്ന് പറയുന്ന ടാഗാണ് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത്. ഫോണ്ട് ടാഗിൽ സൈസ് 5 കൊടുത്തിട്ടുണ്ട്. ഹയർ സെക്കൻഡറി സ്കൂൾസ് ഓഫ് ഏറനാട് താലൂക്ക്. ഈ ഫോണ്ട് ടാഗ് ഞാനിത് കണ്ടോ, ഇതിനകത്തുള്ള ഈ ഹയർ സെക്കൻഡറി സ്കൂൾസ് ഓഫ് ഏറനാട് താലൂക്ക് ഇത് ഇവിടെ വരാൻ വേണ്ടിയിട്ടാണ് ഞാൻ സൈസ് ആയിരുന്നില്ല. നമ്മൾ H1 H2 എന്ന് പറയുന്ന ഹെഡിങ് ടാഗ് യൂസ് ചെയ്തിട്ടാണ് നേരത്തെ ചെയ്തത്. ഇവിടെ ഞാൻ അതേ പർപ്പസ് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത് ഫോണ്ട് ഉപയോഗിച്ചിട്ടാണ്. ഇനി ഇത് സെൻറ്റർ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഫോണ്ട് ഹയർ സെക്കൻഡറി സ്കൂൾസ് പേരനാട് താലൂക്ക് എന്നുള്ളത് സെൻറ്ററിലേക്ക് വരും ഡിസ്പ്ലേ ആയി. അപ്പം നമുക്ക് ഒരേ ഔട്ട്പുട്ട് കിട്ടാൻ വേണ്ടി നമുക്ക് ഡിഫറെൻറ്റ് മെത്തേഡ്സ് യൂസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത് ബോൾഡിൽ അണ്ടർലൈനിലൊക്കെയാണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ആ ടെക്സ്റ്റൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക. ഓക്കെ, ഇനി ബ്രേക്ക് കൊടുത്തിട്ടുണ്ട്. ബ്രേക്ക് കൊടുക്കുന്നത് ഈ ഏറനാട് താലൂക്ക് കഴിഞ്ഞിട്ട് എനിക്ക് അടുത്ത ലൈനിലേക്ക് വരാൻ വേണ്ടി ഞാൻ ഇവിടെ ഒരു ബ്രേക്ക് കൊടുത്തിട്ടുണ്ട്. ഇനി ഇവിടെ നെക്സ്റ്റ് ബ്രേക്ക് കഴിഞ്ഞാൽ അടുത്തത് ഒരു ആങ്കർ ടാഗാണ്. കണ്ടോ, ഇതിനകത്ത് ഇവിടെ ഒരു ആങ്കർ ടാഗ് യൂസ് ചെയ്തിട്ടുണ്ട്. ആങ്കർ ടാഗിനകത്ത് HREF SSHSS എന്ന് പറഞ്ഞിട്ട് ഞാൻ സുബുലുസലാം HSS മൂർക്കനാടെന്ന് കൊടുത്തിട്ടുണ്ട്. നമുക്കറിയാം ആങ്കർ ടാഗിനിടയ്ക്ക് നമ്മൾ ഏത് ടെക്സ്റ്റാണോ കൊടുക്കുന്നത്, സോ ഹിയർ ഈ ആങ്കർ ടാഗിനിടയ്ക്ക് നമ്മൾ ഏത് ടെക്സ്റ്റാണോ കൊടുക്കുന്നത് ആ ടെക്സ്റ്റ് ഒരു ലിങ്കായിട്ട് വർക്ക് ചെയ്യും. കണ്ടോ, ഇവിടെ ഞാൻ സുബുലുസലാം HSS മൂർക്കനാട് എന്നാണ് ആങ്കർ ടാഗിനിടയ്ക്ക് കൊടുത്തിരിക്കുന്ന ടെക്സ്റ്റ്. ആ ടെക്സ്റ്റ് ഇവിടെ വന്നിട്ടുണ്ട്, ഡിസ്പ്ലേയിൽ വന്നിട്ടുണ്ട്. സോ അതൊരു ലിങ്കായിട്ട് ആക്ട് ചെയ്യുന്നു. എങ്ങോട്ടേക്കാണ് ലിങ്ക് ചെയ്യേണ്ടത്, ഈ ലിങ്ക് ക്ലിക്ക് ചെയ്യുമ്പോൾ എങ്ങോട്ടാണ് പോകേണ്ടതെന്നുള്ളത് നമ്മൾ HREF ആട്രിബ്യൂട്ടിൻ്റെ വാല്യൂ ആയിട്ട് ഇവിടെ കൊടുക്കുന്നു. എങ്ങോട്ടാണ് പോകേണ്ടത്, #SSHSS. കണ്ടോ, ഈ #SSHSSലേക്ക് പോകേണ്ടത്. അപ്പം ഈ പാർട്ട് ഇത് എവിടെയാണ് ഈ #SSHS എന്ന് പറയുന്നത്? #SSHS എന്ന് പറഞ്ഞ ഒരു പാർട്ട്, അതൊരു പാർട്ടിൻ്റെ ഒരു ഈ ഡോക്യുമെൻറ്റിൻ്റെ ഒരു പാർട്ടിൻ്റെ പേരാണ്. അത് ആ പേരിലൊരു പാർട്ട് ഞാൻ ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഈ ഡോക്യുമെൻറ്റിൻ്റെ താഴെ കണ്ടോ എങ്ങനെയാണ്, കണ്ടോ ഇവിടെ ആ നെയിമിൽ ഞാനിവിടെ പേര് കൊടുത്ത് ഒരു ഇത്രയും പാർട്ട്, ഇത്രയും ഏരിയ ഞാൻ ഈ ഇതിനകത്ത് പേര് കൊടുത്തിട്ടുണ്ട്. എന്താണ് ആ നെയിം നോക്കി, ആങ്കർ ടാഗ് തന്നെ യൂസ് ചെയ്തിട്ടാണ് ഞാൻ ആ പേര് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ആ പാർട്ടിന് അവിടെ നിന്ന് ഇങ്ങോട്ട് ലിങ്ക് വരുമ്പോൾ ഈ പാർട്ടിലേക്കാണ് ലിങ്ക് വരുന്നത്. ഇവിടെ കൊടുത്തിരിക്കുന്ന ഈ ഭാഗത്തേക്കാണ് ലിങ്ക് വരുന്നത്. സോ ഈ പാർട്ടിന് ഞാൻ പേര് കൊടുത്തു. എങ്ങോട്ടാണ് ലിങ്ക് പോകേണ്ടതെന്നുണ്ടെങ്കിൽ അവിടേക്ക് ഞാനൊരു പേര് കൊടുത്തിട്ടുണ്ട്. സോ ആ പേര് SSH ആങ്കർ ടാഗിനടുക്ക് ആങ്കർ ടാഗിൻ്റെ നെയിം എന്ന് പറയുന്ന ആട്രിബ്യൂട്ട് യൂസ് ചെയ്തിട്ടാണ് ഞാൻ ആ പേര് ഇവിടെ കൊടുത്തിരിക്കുന്നത്, SSHS എന്നുള്ള പേര്. ദെൻ ആങ്കർ ടാഗ് നെയിം ഇസ് ഈക്വൽ ടു SSHSS. ഇനി ഇതിനകത്ത് ഞാൻ കൊടുത്തിരിക്കുന്നത് സുബുലുസലാം HSS എന്നുള്ളത്. അത് ഈ നമ്മുടെ ഔട്ട്പുട്ടിനകത്ത് എങ്ങനെയാണ് വന്നതെന്ന് നോക്കാം. കണ്ടോ, സുബുലുസലാം HSS ഇവിടെ ആങ്കർ ടാഗിനിടക്ക് ഞാൻ സുബുലുസലാം HSS എന്ന് കൊടുത്തത് ഇവിടെ ഹെഡിങ് ആയിട്ട് ബോൾഡ്, സുബുലുസലാം HSS ഇവിടെ ബോൾഡ്, കണ്ടോ ഇവിടെ ബോൾഡിലാണ് കൊടുത്തിരിക്കുന്നത്. അത് ഇവിടെ ബോൾഡിൽ വന്നിട്ടുണ്ട്, ഔട്ട്പുട്ടിൽ ബോൾഡിൽ വന്നിട്ടുണ്ട്. ഇനി അടുത്തത് കൊടുത്തിരിക്കുന്നത് അത് അണ്ടർലൈൻഡ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇവിടെ അതിനകത്ത് അണ്ടർലൈൻ വന്നിട്ടുണ്ട്. കണ്ടോ, ഇതിനകത്ത് നിങ്ങൾ നോക്കുക, ഇവിടെ ഇതിൻ്റെ ഈ ഔട്ട്പുട്ടിനകത്ത് ബോൾഡ്
അണ്ടർലൈൻ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി സുബുലുസലാം HSS is situated in Urgantry പഞ്ചായത്ത് with 9 batches എന്ന് പറയുന്ന ടെക്സ്റ്റ് ഇവിടെ അതുപോലെ വന്നിട്ടുണ്ട്. അപ്പം ഈ പാർട്ട്, ഇത്രയും വരുന്ന ഈ പാർട്ടിൻ്റെ പേരാണ് SSHSS. ആ പാർട്ട് നോക്കിയാൽ നിങ്ങൾ നേരത്തെ നമ്മൾ കണ്ടതാണ്. നേരത്തെ ഇവിടെ നമ്മൾ ആങ്കർ ടാഗിനിടയ്ക്ക് ഇൻസേർട്ട് ചെയ്തിരിക്കുന്ന ടെക്സ്റ്റ് ഇതിനകത്ത് നമ്മൾ ഈ ഡോക്യുമെൻറ്റിനകത്ത് കണ്ടത്, ഔട്ട്പുട്ടിനകത്ത് കണ്ടത് ബ്ലൂ കളറിലാണ് അല്ലേ, ഇവിടെ ലിങ്ക് ആയിട്ടാണ്. എന്നാൽ ഇവിടെ വന്ന ടെക്സ്റ്റ്, ഈ ടെക്സ്റ്റ് നമ്മൾ ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത് കണ്ടോ, ഈ ടെക്സ്റ്റ് പാർട്ട് നമ്മൾ ബ്ലൂ കളറിൽ ഇവിടെ ഡിസ്പ്ലേയിൽ വന്നിട്ടുണ്ടോ? ഇല്ല. അപ്പോൾ ഈ href ആട്രിബ്യൂട്ട് വെച്ചിട്ട് നമ്മൾ ആങ്കർ ടാഗിനകത്ത് കൊടുക്കുമ്പോഴാണ് എന്തിൻ്റെ അകത്ത് വരിക, ഇത് ബ്ലൂ കളറിൽ ലിങ്കായിട്ട് ഇത് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ ലിങ്കിനകത്ത് ക്ലിക്ക് ചെയ്താൽ എങ്ങോട്ടാണ് പോകുന്നത് കണ്ടോ, ഹാഷ് എന്ന് പറയുന്നത് ഇവിടെ ആ നെയിം കോൾ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു സിമ്പിളാണ്. അവിടേക്ക് ലിങ്ക് പോകാൻ വേണ്ടിയിട്ട് SSHS എന്നാണ് നമ്മളിവിടെ പേര് കൊടുത്തിരിക്കുന്നത്. ആ പാർട്ടിന് നമ്മൾ പേര് കൊടുത്തിരിക്കുന്നത് SSHS. ഓക്കെ, സോ ഇവിടെ SSHSS എന്ന് പറയുന്ന പാർട്ടിന് പേര് കൊടുത്തിരിക്കുന്ന അതേ ആങ്കർ ടാഗ് യൂസ് ചെയ്തിട്ട് നോക്കി, ഇതേ ആങ്കർ ടാഗ് അതിനകത്ത് അവിടെ href ആണ് യൂസ് ചെയ്തിരിക്കുന്നത്, കോൾ ചെയ്യാൻ href ആണ്, ലിങ്ക് ചെയ്യാൻ href ആണ് കൊടുത്തിരിക്കുന്നത്. എന്നാൽ ഇവിടെയോ ഇതിനകത്ത് നെയിം എന്ന് പറയുന്ന ആട്രിബ്യൂട്ടാണ് യൂസ് ചെയ്തിരിക്കുന്നത്. സോ ഈ നെയിം എന്ന് പറയുന്ന ആട്രിബ്യൂട്ട് വെച്ച് നമ്മളിവിടെ പേര് കൊടുത്തിരിക്കുന്നു ഈ സെക്ഷന്. സോ ഈ സെക്ഷനിലേക്ക് കൺട്രോൾ ട്രാൻസ്ഫർ ചെയ്യും അവിടെ നിന്നോട്ട്. ദെൻ ഡിസ്പ്ലേ ഡയറക്റ്റ് ആ ലിങ്കിനകത്ത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഡയറക്റ്റ് കൺട്രോൾ എവിടേക്ക് പോകും, ഈ പാർട്ടിലേക്ക് പോകും. സോ ഇതാണ് ഇൻറ്റേർണൽ ലിങ്ക് സെറ്റ് ചെയ്യുന്നത്. സോ ഒരു ഇൻറ്റേർണൽ ലിങ്ക് സെറ്റ് ചെയ്യാൻ നമുക്ക് 2 ആങ്കർ ടാഗ് വേണം. ഒന്ന് ലിങ്ക് കൊടുക്കാനും അടുത്തത് പേര് കൊടുക്കാനും. എങ്ങോട്ടാ ലിങ്ക് ചെയ്യേണ്ട സെക്ഷൻ എന്നുണ്ടെങ്കിൽ ആ സെക്ഷന് ആ ലിങ്ക് കൊടുക്കുമ്പോൾ ലിങ്ക് കൊടുത്ത് നമ്മുടെ ട്രാൻസ്ഫർ ചെയ്യേണ്ട സെക്ഷന് പേര് കൊടുക്കാനും. ഓക്കെ, സോ ഒരെണ്ണം ലിങ്ക് കൊടുക്കാനും ഒരെണ്ണം പേര് കൊടുക്കാനും. സോ ഇങ്ങനെ നമ്മൾ 2 ആങ്കർ ടാഗ് ഇവിടെ യൂസ് ചെയ്യുന്നു. ഇനി ഇവിടെ അടുത്ത ലിങ്ക് SOHSS കണ്ടോ, അടുത്ത രണ്ടാമത്തെ ലിങ്ക് SOHSS ആണ്. അതിവിടെ ഔട്ട്പുട്ടിനകത്ത് SOHSS എന്ന് വന്നിട്ടുണ്ട്. സുബുലുസ്ലാം ഓറിയന്റൽ സ്കൂൾ അരീക്കോട് എന്ന് വന്നിട്ടുണ്ട്. സുബുലുസ്ലാം ഓറിയന്റൽ സ്കൂൾ അരീക്കോട്. ഓക്കെ, സുല്ലമുസലാം ഓറിയന്റൽ സ്കൂൾ. ഓക്കെ, ദെൻ ബ്രേക്ക് കൊടുത്തിട്ടുണ്ട്. അടുത്ത ലൈനിൽ ഗവൺമെൻറ് HSS പെരുമ്പറമ്പ് എന്ന് കൊടുത്തിട്ടുണ്ട്. ദെൻ ഇതിൻ്റെയൊക്കെ ഉണ്ടോ, ഇത് ഓരോന്നിനും ഓരോ സെക്ഷനും ഓരോ ഡിഫറെൻറ്റ് നെയിംസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ദെൻ SOHS എന്ന് പറയുന്ന ഒരു നെയിം ഇവിടെ ഉണ്ട്. ആ പാർട്ടിൽ അതിൻ്റെ ആ നെയിമിലുള്ള സെക്ഷൻ അതിനകത്ത് വേറെ ഞാൻ ടെക്സ്റ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഓരോ ഡിഫറെൻറ്റ് ലിങ്കിനും ഓരോ ഡിഫറെൻറ്റ് നെയിംഡ് സെക്ഷൻ ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, സോ ഇതാണ് നമ്മളിപ്പോൾ ഇവിടെ ഒരു നെയിം ഇവിടെ കൊടുക്കുമ്പം ആ നെയിമിലുള്ള ഒരു സെക്ഷൻ അപ്പുറത്ത് നമുക്ക് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. ഓക്കെ, സോ ഇതാണ് ഇൻറ്റേർണൽ ലിങ്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഇൻറ്റേർണൽ ലിങ്ക് എന്തിനു വേണ്ടി യൂസ് ചെയ്യുന്നതാണ്, ഒരേ ഡോക്യുമെൻറ്റിൻ്റെ വേറൊരു പാർട്ടിലേക്ക് നമ്മൾ കൊടുക്കുന്ന ലിങ്കാണ് ഇൻറ്റേർണൽ ലിങ്ക്. ഓക്കെ, ലിങ്ക് ടു എ പർട്ടിക്കുലർ സെക്ഷൻ ഓഫ് ദ സെയിം ഡോക്യുമെൻറ്റ്. ഓക്കെ, ഡിഫറെൻറ്റ് സെക്ഷനിലേക്ക് നമ്മൾ ലിങ്ക് കൊടുക്കുക. സോ ഇതാണ് ഇൻറ്റേർണൽ ലിങ്ക്. എക്സ്റ്റേർണൽ ലിങ്ക് നമ്മൾ നേരത്തെ കണ്ടതാണ്. DHSC കേരളയിലേക്ക് നമ്മൾ ഒരു ലിങ്ക് കൊടുത്ത് നോക്കിയതാണ് അല്ലേ, അത് അങ്ങനെയുള്ള ലിങ്കിനെ എക്സ്റ്റേർണൽ ലിങ്ക് എന്ന് പറയുന്നു. ഇനി നമുക്ക് 2 ടൈപ്പ് ഓഫ് URLs ഉണ്ട്. ഒന്ന് നമ്മളിപ്പോൾ URL കൊടുക്കുന്നു, href ആട്രിബ്യൂട്ടിൻ്റെ വാല്യൂ ആയിട്ട് നമ്മൾ URL കൊടുക്കുന്നുണ്ടല്ലോ അല്ലേ. സോ URL എന്താണെന്ന് നമ്മൾ കഴിഞ്ഞ കൊല്ലം പഠിച്ചിട്ടുണ്ട്. URLൻ്റെ ഡിഫറെൻറ്റ് പാർട്സും പഠിച്ചിട്ടുണ്ട്. ഏതൊക്കെയാണ്, ഒന്ന് അതിന് ഒരു പ്രോട്ടോകോൾ സെക്ഷൻ ഉണ്ട്, പിന്നെ ഒരു ഡൊമൈൻ നെയിം ഉണ്ട്. ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ കൊല്ലം കണ്ടതാണ് അല്ലേ. ഇത് URLs 2 ടൈപ്പ് URLs ഉണ്ട്. ഒന്ന് അബ്സല്യൂട്ട് URLും ഒന്ന് റിലേറ്റീവ് URLും. അബ്സല്യൂട്ട് URL എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ ഏത് ഗാഡ്ജറ്റ് ആണോ യൂസ് ചെയ്യുന്നത്, അപ്പം ലൈക്ക് ലാപ്ടോപ്പ്, ടാബ്ലറ്റ്, മൊബൈൽ ഫോൺ. സോ ഈ ഗാഡ്ജറ്റിൻ്റെ പുറത്തുള്ള ഒരു ഡോക്യുമെൻറ്റിലേക്ക് നമ്മൾ കൊടുക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന URLനെയാണ് അബ്സല്യൂട്ട് URL എന്ന് പറയുന്നത്. ദെൻ അതിന് വേണ്ടി അപ്പോൾ അത് ആ URL നമുക്ക് കണ്ടാൽ മനസ്സിലാവും. ഇതിപ്പം ഇവിടെ കണ്ടില്ലേ, http://www.google.com എന്നൊക്കെ.
ദെൻ റിലേറ്റീവ് URL എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഫയൽ, നമ്മുടെ ഗാഡ്ജറ്റിനകത്ത് എന്ന് വെച്ചാൽ നമ്മുടെ ഡെസ്ക്ടോപ്പോ അല്ലെങ്കിൽ നമ്മുടെ ലാപ്ടോപ്പോ നമ്മുടെ ഡിവൈസിനകത്ത് തന്നെ ഉള്ള ഒരു രണ്ട് ഫയൽസ് തമ്മിൽ കണക്ട് ചെയ്യാൻ, ഒരു ഫയലിൽ നിന്ന് വേറൊരു ഫയലിലേക്ക് നമ്മൾ ലിങ്ക് കൊടുക്കുക. സോ അങ്ങനെയുള്ള URLനെയാണ് റിലേറ്റീവ് URL. അതൊരു റിലേറ്റീവ് ലൊക്കേഷനാണ്. ഇപ്പം അങ്ങനെയുള്ള URLസിനെ റിലേറ്റീവ് URL എന്ന് നമ്മൾ പറയും. ഓക്കെ, അത് റിലേറ്റീവ് നോക്കുക. ഇപ്പം നമ്മൾ ഇതിനകത്ത് ഡയറക്ടറി ഒക്കെ ചിലപ്പം കൊടുക്കേണ്ടി വരും. ഡയറക്ടറി കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഡയറക്ടറി? നിങ്ങൾ കണ്ടിട്ടുണ്ട്. അപ്പം നമ്മൾ വർക്ക് ചെയ്യുന്നത് ഇപ്പോൾ ഇവിടെ കണ്ടില്ലേ, ഈ ടെക്സ്റ്റിനകത്ത് ഡി ഡയറക്ടറി കണ്ടോ? ഡി ഡയറക്ടറിയിലുള്ള ഒരു HTML എന്ന് പറയുന്ന ഒരു ഫോൾഡറിലുള്ള hyperlink.html എന്ന് പറയുന്ന ഒരു ഫയലാണ് ഇവിടെ. ദിസ് ഇസ് എ റിലേറ്റീവ് URL അല്ലേ? ഡി ഡയറക്ടറിയിൽ, കാരണം ഞാൻ ചിലപ്പം വർക്ക് ചെയ്യുന്നത് C ഡയറക്ടറിയിലായിരിക്കും. അപ്പം C ഡയറക്ടറിയിൽ നിന്ന് എനിക്ക് ഡി ഡയറക്ടറിയിലുള്ള ഒരു ഫയലിനെ റെഫർ ചെയ്യണമെങ്കിൽ എനിക്ക് ഇങ്ങനെ ഒരു URL കൊടുക്കാം. ഇത് എൻ്റെ സിസ്റ്റത്തിൽ തന്നെയുള്ള ഡി ഡയറക്ടറിയിലുള്ളൊരു ഫയലാണ്. എനിക്ക് റെഫർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കിങ്ങനെ ഡയറക്ടറിയുടെ പേരൊക്കെ മെൻഷൻ ചെയ്തിട്ട്, ഫോൾഡറിൻ്റെ പേരും ഒക്കെ മെൻഷൻ ചെയ്തിട്ട് നമുക്ക് ഫയലിനെയും URL ആയിട്ട് കൊടുക്കാം. സോ ഇങ്ങനെയുള്ള കൊടുക്കുന്ന URLസിനെയാണ് നമ്മൾ റിലേറ്റീവ് URL എന്ന് പറയുന്നത്. എന്നാൽ അബ്സല്യൂട്ട് URL ആണെങ്കിൽ ഇപ്പോൾ image.html ഇവിടെ ഒരെണ്ണം കൊടുത്തിട്ടുണ്ട്, അതും റിലേറ്റീവ് URL ആണ്. എൻ്റെ ഡോക്യുമെന്റ് ഇരിക്കുന്ന പൊസിഷനെ റിലേറ്റ് ചെയ്തിട്ട്. എന്നാൽ അബ്സല്യൂട്ട് URL എന്ന് പറയുമ്പോൾ അത് ആക്ച്വലി അതൊരു സ്പെസിഫിക് URL തന്നെയാണ്. അതിനകത്ത് നമ്മൾ എക്സ്റ്റേണൽ ഫയലാണ് റെഫർ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. ഓക്കെ, സോ ഇതാണ് രണ്ട് ടൈപ്പ് ഓഫ് URLs. അത് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലായാൽ മതി. ഒരു ഫയൽ നെയിം കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും അത് റിലേറ്റീവ് ആണോ ആബ്സല്യൂട്ട് ആണോ, ഒരു എക്സ്റ്റേണൽ ഡോക്യുമെന്റ് ആണോ അല്ലെങ്കിൽ ഒരു നമ്മുടെ തന്നെ കമ്പ്യൂട്ടർ സിസ്റ്റത്തിലുള്ള അതിനകത്ത് ഡോക്യുമെന്റ് ആണോ എന്നുള്ളത് നമുക്ക് കണ്ടാൽ മനസ്സിലാവും. അതിൻ്റെ പാത്ത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. സോ അടുത്ത നമ്മൾ പഠിക്കാൻ പോകുന്നത് ഗ്രാഫിക്കൽ ഹൈപ്പർ ലിങ്ക് ആണ്. ഗ്രാഫിക്കൽ ഹൈപ്പർ ലിങ്ക് നമ്മൾ പഠിക്കുമ്പോൾ ഇവിടെ ഒരു പ്രോഗ്രാം ഞാൻ റൺ ചെയ്ത് കാണിക്കാം. ഇവിടെ ഞാനൊരു കോഡ് എഴുതിയിട്ടുണ്ട്, HTML കോഡ്, ഗ്രാഫിക്കൽ ഹൈപ്പർ ലിങ്ക്. അതിനെ ഞാനൊന്ന് എക്സിക്യൂട്ട് ചെയ്ത് കാണിക്കാം. ഇതിൻ്റെ ഔട്ട്പുട്ട് കണ്ടോ? ക്ലിക്ക് ഹിയർ ഓൺ ദിസ് ഇമേജ്. ഇതിനകത്ത് ബോഡിക്കകത്ത് ഞാൻ കൊടുത്തിട്ടുണ്ട് ക്ലിക്ക് ഹിയർ ഓൺ ദിസ്, ക്ലിക്ക് ഓൺ ദിസ് ഇമേജ് ബിലോ ടു കണക്ട് ഗൂഗിൾ. ക്ലിക്ക് ഓൺ ദിസ് ഇമേജ്, അത് ആ ടെക്സ്റ്റ്, പീസ് ഓഫ് ടെക്സ്റ്റ്. എന്നിട്ട് ഞാനൊരു ബ്രേക്ക് കൊടുത്തിട്ടുണ്ട് ഇവിടെ, ഇതിനകത്തൊരു ബ്രേക്ക് കൊടുത്തിട്ടുണ്ട്. സോ ആ ബ്രേക്ക് അതുപോലെ ഇവിടെ വന്നിട്ടുണ്ട്. ആ ബ്രേക്ക് വന്ന എന്തിനാണ്? അടുത്ത ലൈനിൽ എന്തെങ്കിലും ഡിസ്പ്ലേ ചെയ്യുന്നത്, ഇനി അടുത്ത ഡിസ്പ്ലേ ചെയ്യുന്നത് അടുത്ത ലൈനിൽ ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ദെൻ ഞാനിവിടെ ബ്രേക്ക് കൊടുത്തപ്പം അടുത്ത എനിക്ക് ഡിസ്പ്ലേ ചെയ്യാനുള്ളത് ഒരു ഇമേജാണ്. ഈ ഇമേജിനകത്ത് ക്ലിക്ക് ചെയ്ത് എന്താ സംഭവിക്കുക? ഗൂഗിളിൻ്റെ വെബ്സൈറ്റ് ഇവിടെ ലോഡായി കണ്ടോ? സോ ഇങ്ങനെ ഒരു ഇമേജ് നമ്മുടെ വെബ് പേജിനകത്ത് ഇൻസേർട്ട് ചെയ്തിട്ട് ആ ഇമേജിനകത്ത് ക്ലിക്ക് ചെയ്താൽ നമ്മൾ ആ ഇമേജ് ഒരു ലിങ്കായിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്, ഓക്കെ, ആക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിനെ കൊടുക്കുന്ന കോഡാണ് ഇവിടെ ഇതിനകത്ത് എഴുതിയിരിക്കുന്നത്. ഇതിനെയാണ് ഗ്രാഫിക്കൽ ഹൈപ്പർ ലിങ്ക് എന്ന് പറയുന്നത്. ഒരു ഗ്രാഫിക്കൽ ഇമേജ് ആണിത്. ആ ലിങ്കിൽ, ആ ഇമേജിനകത്ത് ക്ലിക്ക് ചെയ്യുമ്പോൾ അതൊരു ലിങ്കായിട്ട് ആക്ട് ചെയ്യും. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ആങ്കർ ടാഗിനടുത്ത് നമ്മൾ എന്താണോ കൊടുക്കുന്നത് ഇറ്റ് വിൽ ബി ആക്ടിങ് ആസ് എ ലിങ്ക്. നമ്മൾ നേരത്തെ ഇവിടെ ഇപ്പം നോക്കിയാൽ നമ്മളിവിടെ ഒരു ഇമേജ് ഫയലാണ് കൊടുത്തിരിക്കുന്നത്. ഇമേജ് IMG ടാഗ് ഉപയോഗിച്ചിട്ട് നമ്മൾ ഇമേജ് ഇൻസേർട്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന IMG ടാഗാണ് അല്ലേ? IMG ടാഗിൻ്റെ SRC ആട്രിബ്യൂട്ട് വെച്ചിട്ട് ആ ഇമേജിൻ്റെ പേര് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഒരു JPG ഫയലാണ്, flower1.jpg. ദെൻ അതിന് ഹൈറ്റ് 30, വിഡ്ത്ത് 30 കൊടുത്തിട്ടുണ്ട്. അത് അതിൻ്റെ സൈസാണ്. ദെൻ ഈ ഇമേജ് നമ്മൾ ആങ്കർ ടാഗിനടുക്ക് കൊടുത്തപ്പം ദാറ്റ് ഇമേജ്
ആക്റ്റഡ് ആസ് എ ലിങ്ക്. ഓക്കെ, കണ്ടോ? അപ്പം നമ്മൾ ഈ ഇമേജിനകത്ത് ക്ലിക്ക് ചെയ്യുമ്പോൾ എങ്ങോട്ടാണ് പോകേണ്ടത്? ഏത് വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യേണ്ടത്? ആ വെബ്സൈറ്റ് നമ്മൾ href ആട്രിബ്യൂട്ടിൻ്റെ വാല്യൂ ആയിട്ട് കൊടുത്തു. ഇവിടെ ഗൂഗിൾ വെബ്സൈറ്റാണ് ഞാൻ യൂസ് ചെയ്തത്. സോ അത് ഗൂഗിൾ വെബ്സൈറ്റിലേക്ക് ഡയറക്റ്റായി. ഇതിനെയാണ് ഗ്രാഫിക്കൽ ഹൈപ്പർ ലിങ്ക് എന്ന് പറയുന്നത്. ഓക്കെ, ഈസിയാണ്, ബുദ്ധിമുട്ടില്ലാതെ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. സോ ഗ്രാഫിക്കൽ ഹൈപ്പർ ലിങ്ക്. ഇനി അടുത്തത് നമ്മൾ പഠിക്കുന്നത് ഇമെയിൽ ലിങ്കാണ്. ഇമെയിൽ ലിങ്ക് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താണ് ഇമെയിൽ ലിങ്ക്? ഇതും ഞാനൊരു കോഡ് വെച്ചിട്ട് നമുക്ക് ചെയ്യാം. ഇവിടെ ഞാൻ ഇമെയിൽ ലിങ്കിൻ്റെ ഒരു കോഡ് എഴുതിയിട്ടുണ്ട്. അതൊന്ന് എക്സിക്യൂട്ട് ചെയ്ത് നോക്കാം. അതിന് ഔട്ട്പുട്ട് ഇവിടെ സൈഡിൽ വന്നിട്ടുണ്ട്. ഇവിടെ നോക്കുക, ബോഡി ടാഗിനകത്ത് ഇവിടെ ഒരു ബ്രേക്ക് കൊടുത്തിട്ടുണ്ട്. കാരണം ഒരു ലൈൻ താഴോട്ട് ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനത് ബ്രേക്ക് കൊടുത്തത്. ഫോർ എനി ക്വരീസ് റിലേറ്റഡ് ടു അഡ്മിഷൻ കൈൻഡ്ലി for any queries related to admission kindly. So this is the piece of text displayed here. So the text piece, ഈ ടെക്സ്റ്റ് പീസ് ഇവിടെ അതുപോലെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. ഇനി അതിനകത്ത് ആങ്കർ ടാഗ് യൂസ് ചെയ്തിട്ട് മെയിൽ ടു പ്രിൻസിപ്പൽ, കണ്ടോ? മെയിൽ ടു പ്രിൻസിപ്പൽ ഈസ് ഡിസ്പ്ലേഡ് ആസ് എ ലിങ്ക് ഹിയർ. മെയിൽ കൈൻഡ്ലി വരെ ഈ മുകളിലുള്ള പീസ് ഓഫ് ടെക്സ്റ്റിൻ്റെ പാർട്ടാണ്. മെയിൽ ടു പ്രിൻസിപ്പൽ എന്ന് മാത്രം നമ്മൾ ആങ്കർ ടാഗിനകത്ത് കൊടുത്തിരിക്കുന്നത്. സോ മെയിൽ ടു പ്രിൻസിപ്പൽ ഒരു ലിങ്കായിട്ട് ആക്ട് ചെയ്തു. ഈ മെയിൽ ടു പ്രിൻസിപ്പലിനകത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് വരുന്നത് ഒരു മെയിൽ, ഇമെയിൽ കമ്പോസ് മെയിൽ ബോക്സ് ആണ്. നമ്മളിവിടെ ഇതിൻ്റെ ഔട്ട്പുട്ട് നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇങ്ങനെയാണ്. സോ മെയിൽ ടു പ്രിൻസിപ്പൽ എന്ന് നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇതുപോലൊരു കമ്പോസ് മെയിൽ വിൻഡോ ഓപ്പൺ ആവും. അതിനകത്ത് ഇവിടെ കൊടുത്തിരിക്കുന്ന പ്രിൻസിപ്പലിൻ്റെ നമുക്ക് href ആട്രിബ്യൂട്ടിൻ്റെ വാല്യൂ ആയിട്ട് ഞാൻ principal@school.org എന്ന് കൊടുത്തിട്ടുണ്ട് അല്ലേ? ഈ ഇമെയിൽ ID ടു അഡ്രസ്സിൽ വരും. ഓക്കെ, പിന്നെ നമുക്ക് ചെയ്യേണ്ടത് സബ്ജക്റ്റ് ടൈപ്പ് ചെയ്യാം, നമുക്ക് കമ്പോസ് ചെയ്യാനുള്ള ഇവിടെ സബ്ജക്റ്റ് ടൈപ്പ് ചെയ്യാം, നമുക്ക് കമ്പോസ് ചെയ്യാനുള്ള കണ്ടന്റ് ഇവിടെ ടൈപ്പ് ചെയ്യാം, സെൻഡ് ചെയ്യാം. ഇത്രേ നമുക്ക് ചെയ്യേണ്ടതുള്ളൂ. സോ ഇങ്ങനെ വരണമെന്നുണ്ടെങ്കിൽ നമ്മുടെ സിസ്റ്റത്തിനകത്ത് നമ്മൾ ഇമെയിൽ ക്ലയൻറ്റ് സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യണം. എന്നാൽ മാത്രമേ നമുക്ക് ഈ ഫെസിലിറ്റി ഇങ്ങനെ മെയിൽ കമ്പോസ് മെയിലായിട്ട് നമുക്കിങ്ങനെ വരുള്ളൂ. ഓക്കെ, കമ്പോസ് വിൻഡോ നമുക്ക് നമ്മുടെ സിസ്റ്റത്തിനകത്ത് വരുള്ളൂ. ഓക്കെ, ദെൻ ഇതാണ് ഇമെയിൽ ലിങ്ക് എന്ന് പറയുന്നത്. സോ ഇതിന് വേണ്ടിയിട്ട് നോക്കാം, ആങ്കർ ടാഗിനകത്ത് href ആട്രിബ്യൂട്ടിൻ്റെ വാല്യൂ കൊടുത്തിരിക്കുന്നതെന്ന് നോക്കാം. മെയിൽ ടു എന്ന് പറയുന്ന ഒരു പ്രോട്ടോക്കോളിൻ്റെ പേര് ഇവിടെ ഞാൻ മെൻഷൻ ചെയ്തിട്ടുണ്ട്, മെയിൽ ടു. ഈ പ്രോട്ടോക്കോളാണ് ഇങ്ങനെയുള്ള ഇമെയിൽ ലിങ്ക് ഫെസിലിറ്റേറ്റ് ചെയ്യുന്നത്. ഈ പ്രോട്ടോക്കോൾ യൂസ് ചെയ്തിട്ടാണ് ഈ ഇമെയിൽ ലിങ്ക് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ, സോ ആ പ്രോട്ടോക്കോളിൻ്റെ പേര് മെൻഷൻ ചെയ്തിട്ട് വേണം നമ്മൾ ലിങ്ക് കൊടുക്കാൻ. മെയിൽ ടു principal@school.org. ഓക്കെ, സോ ഈ ഇമെയിൽ അഡ്രസ്സ് നമ്മളിവിടെ കൊടുക്കുമ്പം നമ്മൾ മെയിൽ ടു പ്രിൻസിപ്പൽ എന്ന് പറയുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പം ഓട്ടോമാറ്റിക്കലി ഈ ഇമെയിലിലേക്ക് ഈ പ്രിൻസിപ്പലിൻ്റെ ഇമെയിലിലേക്ക് മെയിൽ സെൻഡ് ചെയ്യാൻ നമുക്ക് കഴിയും. സോ ഇതിനെയാണ് ഈ ഇമെയിൽ ലിങ്ക് എന്ന് നമ്മൾ പറയുന്നത്. സോ ഇങ്ങനെയാണ് ഇമെയിൽ ലിങ്ക് ക്രിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ ലിങ്ക് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഈ മെയിൽ ടു എന്ന് പറയുന്ന ഈ പ്രോട്ടോക്കോളിൻ്റെ പേര് നിങ്ങൾ ഓർത്ത് വെച്ചോളൂ. അത് പലപ്പോഴും ചോദിക്കാറുണ്ട് കേട്ടോ. മെയിൽ ടു പ്രോട്ടോക്കോൾ യൂസ് ചെയ്തിട്ടാണ് ഇമെയിൽ ലിങ്ക് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ.